പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ദൈവം നമ്മയൊക്കെ ഇത്രത്തോളം സഹായിക്കുകയും നടത്തുകയും ചെയ്ത കൃപകൾക്കായി സ്തോത്രം. പ്രത്യേകം നമ്മുടെ കേരളം കടന്നു പോകുന്ന പ്രത്യേക സാഹചര്യത്തിൽ പല സ്ഥലങ്ങളിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ നടുവിൽ ഇത്രത്തോളം പേർ ജോയിൻ ചെയ്യുന്നല്ലോ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവവചനം പഠിക്കുവാൻ നിങ്ങൾ കണ്ടെത്തുന്ന സമയങ്ങൾക്കായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് എടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിൽ റോമാലേഖനം തുടർമാനമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും തന്നെ ശക്തമായി ഉപയോഗിപ്പാൻ നമ്മെ ദൈവം സഹായിക്കേണ്ടതിന് എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ, സ്തുതിക്കുന്നു അപ്പച്ച. ഇന്നത്തെ ദിവസം കർത്താവെ ദൈവമേ, ഹല്ലേലൂയ, വചനം പഠിക്കുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങൾ ഓരോ മക്കളെ അങ്ങ് ഒരുക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ ദൈവമേ. കർത്താവെ, തിരുവഴുത്തുകളെ കുറിച്ച് അറിയായ കൊണ്ടും കർത്താവെ അങ്ങയുടെ ദൈവിക ശക്തിയെ കുറിച്ച് അറിയായ കൊണ്ടും ഞങ്ങൾ തെറ്റിപ്പോകുന്നു കർത്താവെ. ഹല്ലേലൂയ ദൈവമേ, തെറ്റാതിരിപ്പാൻ കർത്താവെ, തിരുമുഖത്തേക്ക് നോക്കി ജീവിപ്പാൻ, രക്ഷിക്കപ്പെടുവാനൊക്കെയും കർത്താവെ ദൈവമേ, ഹല്ലേലൂയ അപ്പന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു കർത്താവെ. പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തൊക്കെയുള്ള ബുദ്ധി വിവേകം ഞാൻ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏത് കഠിനമായ കർത്താവെ വാക്കുകളും പദങ്ങളും കർത്താവ് ഞങ്ങൾ ഹൃദയത്തിൽ ആഴത്തിൽ ഇറങ്ങുവാൻ, അത് ഗ്രഹിച്ചെടുക്കുവാൻ തൊക്കെയുള്ള ബുദ്ധി ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആത്മീയ ജ്ഞാനത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തുതിക്കുന്നു കടന്നു വരുന്ന കർത്താവെ, ക്ലാസ്സിലിരിക്കുന്ന സാറിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ ദൈവമേ. ഹല്ലേലൂയ അപ്പച്ച, കൃപയോടെ കാത്തു വരുവാൻ കൃപയ്ക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അഗാപ്പെ ബൈബിൾ കോളേജിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പാസ്റ്റർ ലാരിസ് പാസ്റ്ററിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ ഈ വേദി ഒരുക്കി തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു അപ്പ. ഷാജി പാസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. എല്ലാവരെയും കർത്താവെ അങ്ങ് കാത്തു വരുവാനും കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇനിയും പ്രവർത്തനങ്ങൾ കർത്താവെ വ്യാപിക്കുവാൻ തക്കോണം കർത്താവെ. ഹല്ലേലൂയ ബൈബിൾ കോളേജിനെ കർത്താവെ ഒരുക്കണമേ. ആൾക്കാർ ജനം കൂട്ടത്തോടെ കടന്നു വന്ന് കർത്താവ് രക്ഷപ്രാപിപ്പാനും വചനത്തെ കൂടുതൽ അറിയുവാനും അതിന്റെ ജീവിതങ്ങളെ ക്രമീകരിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. കടന്നു വരുവാനുള്ള കൂട്ടിവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടായിരിക്കുന്ന കർത്താവെ ദൈവമേ, വളരെ അനർത്ഥങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് അതൊക്കെയും ആ ഒരു ശാന്തമാക്കി കർത്താവെ ദൈവമേ, ശാന്തരെ കടന്നു പോകാൻ തക്കോണം കർത്താവെ. ഹല്ലേലൂയ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആപത്ത് അനർത്ഥങ്ങളൊന്നും വരാതോണം പ്രകൃതി അങ്ങ് നിയന്ത്രിച്ച് നിർത്തണമേ. കാറ്റിനോടും മഴയോടും കർത്താവ് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതെ കാക്കണം, പരിപാലിക്കണം കർത്താവെ. ഞങ്ങൾ ഓരോ മക്കളെ അപ്പന്റെ ഉള്ളങ്കയിൽ കാത്തു വരുവാൻ കൃപയ്ക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന യാചനൊക്കെ എന്തിരുന്നാമത്തിന് ഏൽപ്പിക്കുമ്പോൾ കൃപയോടെ കേട്ട് ഞങ്ങൾക്ക് ഉത്തരം നെരുമാറാകണം നല്ല ദൈവമേ. ആമേൻ. താങ്ക് യു സിസ്റ്റർ സിന്ധു. ദൈവം സഹായിക്കട്ടെ. തുടർന്ന് ദൈവവചനം പഠിപ്പിക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും പ്രത്യേക സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രത്യേക ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പ്രിയ ലാലിച്ചൻ, അതുപോലെ മറ്റെല്ലാവർക്കും സ്നേഹവന്ദനം. മുമ്പ് ലാലിച്ചൻ ഓർപ്പിച്ച പോലെ വളരെയധികം പ്രത്യേക പരിസ്ഥിതിയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് നമുക്കറിയാം. എല്ലാവരും ആ വിഷയങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ ഇടയിൽ നമ്മുടെ ചുറ്റുപാടുകൾ, പ്രത്യേകിച്ച് ഈ മധ്യ കേരളം, തെക്കൻ കേരളത്തിലാണ് ഇപ്പോൾ വളരെയധികം ശക്തമായ മഴയും പ്രശ്നങ്ങളും ഒക്കെ കൂടുതൽ. വടക്കൻ കേരളത്തിലെ എന്നുള്ളതല്ല, എല്ലായിടത്തും ഒരുപോലെയാണ്. അതുകൊണ്ട് പലർക്കും ഇതിൽ എത്തിപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. എന്തായാലും ഇത് സംബന്ധിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. നാം എല്ലാവരും ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടംപെട്ടിരിക്കുന്നവരാണ്. നമുക്ക് അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. ഭീകരമായിരിക്കുന്ന അന്തരീക്ഷം ആണ് ഈ ദിവസങ്ങളിൽ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരും ഓർത്ത്, കേരളത്തിലുള്ള എല്ലാ ജനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമുക്ക് മുഖാന്തരം ഒരുക്കട്ടെ. നമ്മൾ ആ കഴിയുന്ന ആ നിലയിൽ നമുക്ക് അവരെ സഹായിക്കുവാനും ഇടയായി തീരട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. റോമാലേഖനത്തിന്റെ 1-2 അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മളിനി ഈ ഓരോ അധ്യായങ്ങൾ ബേസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഈ വിഷയം തീരത്തില്ല. അതുകൊണ്ട് ഈ സെമസ്റ്ററിൽ തീർക്കണം എന്നുള്ളത് കൊണ്ട് വിഷയാടിസ്ഥാനത്തിൽ
ആ ഒരു 1, 2, 3, 4 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പഠിപ്പിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസിന്റെ നോട്ട് കൃത്യമായി കൊടുത്തിരുന്നു. എല്ലാവർക്കും അത് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ PDF ഉണ്ട്, വേർഡ് നോട്ടും ഉണ്ട്. നിങ്ങൾക്ക് അതിന്റെ നോട്ട് സൂക്ഷിച്ചു വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ നോട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. 3-ാം അധ്യായം 21 മുതൽ 5-ാം അധ്യായം 21 വരെയുള്ള വാക്യങ്ങൾ. 3-ാം അധ്യായം 21 മുതൽ 5-ാം അധ്യായം 21 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കുന്നത്. പാപത്തിനുള്ള പരിഹാരം അഥവാ വിശ്വാസത്താൽ നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, അതാണ് ഇന്നത്തെ ടോപ്പിക്. പാപത്തിനുള്ള പരിഹാരം അഥവാ എന്താണ് ഇതിന്റെ പാപത്തിനുള്ള പരിഹാരം? വിശ്വാസത്താലുള്ള നീതീകരണം. 3-ാം അധ്യായം 21 മുതൽ 5-ാം അധ്യായം 21 വരെയുള്ള 2 അധ്യായങ്ങൾ സഭസ്ഥാനം വിവരിക്കുന്ന വൈവിധ്യമാർന്ന നിലയിൽ വിവരിക്കുന്നത് ഈ വിഷയത്തിന്റെ വിവിധ മുഖങ്ങളാണ്. അതാണ് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ തുടങ്ങുന്നു. 1, ദൈവം നൽകുന്ന രക്ഷ എന്ന ഭാഗം. 3-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ദൈവം നൽകുന്ന രക്ഷ. റോമാലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ ദൈവത്തിന്റെ നീതി എന്താണ് എന്ന് നമ്മൾ കൃത്യമായി പഠിച്ചു. ആ നീതിയെ കൂടുതൽ വിശദീകരിക്കുന്നതിന് പകരം പാപത്തിന്റെ സാർവത്രികമായ അവസ്ഥ 1-ാം അധ്യായം 18 മുതൽ 3-ാം അധ്യായം 20 വരെയുള്ള വാക്യങ്ങൾ പാപം എന്ന് പറയുന്ന സർവലൗകികമായി എല്ലാവരെയും ഒരുപോലെ ഗ്രസിക്കുന്ന, ബാധിക്കുന്ന ഒരു പൊതു വിഷയം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു പൊതു രോഗം എന്ന നിലയിൽ എല്ലാവരെയും സന്ധിക്കുന്ന വിഷയത്തെ പറഞ്ഞിട്ട് ആണ് തുടർന്ന് ഈ ദൈവനീതിയെ കുറിച്ച് വിശദീകരിക്കും. അപ്പോൾ മനുഷ്യന്റെ ദൈവനീതി അഥവാ മനുഷ്യന്റെ രക്ഷയെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ നമുക്ക് എന്താണ്, അതെങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് ചുരുക്കമായി ഇങ്ങനെ നമുക്ക് 4 ഉപപിരിവുകളായി അല്ലെങ്കിൽ 4 ഭാഗങ്ങളായി നമുക്ക് ചിന്തിക്കാം. 1, 3-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ മനുഷ്യന് ലഭിക്കുന്ന പാപക്ഷമ, നീതീകരണം, അല്ലെങ്കിൽ പാപത്തിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ഏതെങ്കിലും നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്ന ഒന്നല്ല എന്നാണ് പൗലോസ് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഞാൻ പല ആവർത്തിച്ചിട്ടുള്ളൊരു കാര്യം ഒന്നുകൂടി പറഞ്ഞു. ലേഖനം സ്വീകരിക്കുന്ന സ്വീകരണകർത്താക്കൾ അഥവാ വായിക്കുന്ന വായനക്കാർ യഹൂദന്മാരുമുണ്ട്, ഒപ്പം തന്നെ സഭയിൽ സങ്കര സംസ്കാരത്തിന്റെ പ്രതീകമെന്നോണം യഹൂദേതര ആൾക്കാരുമുണ്ട്, യഹൂദരല്ലാത്ത ആൾക്കാരുമുണ്ട്. ന്യായപ്രമാണം കൃത്യമായി എന്താണെന്ന് അറിയാവുന്ന ഒരു കൂട്ടമാണ്. ന്യായപ്രമാണം വെച്ചുകൊണ്ട് ജീവിതത്തെ കൃത്യമായി മുൻപോട്ട് ചലിപ്പിച്ച ഒരു കൂട്ടമാണ്. ന്യായപ്രമാണത്തിൽ ചലിക്കുകയും ചെയ്ത ഒരു കൂട്ടമാണ്. ന്യായപ്രമാണത്തിന്റെ വിവിധ മുഖങ്ങളെ അറിയാവുന്ന ഒരു കൂട്ടം. ഒന്നുകൂടെ പറയാം, ന്യായപ്രമാണം ഞങ്ങൾക്ക് വേണ്ടി മാത്രം എന്ന് വളരെ ശക്തമായി വിശ്വസിക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്ത ഒരു കൂട്ടമാണ്. മറുഭാഗം അതൊന്നുമില്ലാതെ മറ്റൊരു അവസ്ഥയിൽ ജീവിച്ച ആളുകൾ. അപ്പം ഈ ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തും പ്രാപിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളുടെ വിശദീകരണങ്ങളിൽ, വിശ്വാസങ്ങളിലെ ചോദ്യം ചെയ്യത്തക്ക നിലയിൽ പൗലോസ് പറയുന്നു 21-ാം വാക്യങ്ങളിൽ, ഏതെങ്കിലും ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നതല്ല നീതീകരണം എന്ന് പറയുന്നു. തൊട്ടു താഴത്തെ വാക്യം 22, പിന്നെ എങ്ങനെ ലഭിക്കുന്നു? ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലമാണ്. പഴയ നിയമത്തിന്റെ ഏടുകളിൽ അല്ലെങ്കിൽ പഴയ നിയമ കാലഘട്ടങ്ങളിൽ നൽകപ്പെട്ട ന്യായപ്രമാണത്തിലൂടി കർമ്മം രക്ഷ നേടും. കർമ്മമാർഗങ്ങളിൽ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്.
കേൾക്കുന്നത് എവിടെയാണിത്? ആരാണിത്? നോക്കിക്കോ. ഇത് ആരാ കടന്ന് സംസാരിക്കുന്നേ? സണ്ണി തോമസ്. ഓക്കെ, നമ്മുടെ ഒറ്റ ശാസനയിൽ നമുക്ക് ഓക്കെ റെഡി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു കേൾക്കും. ഈ ന്യായപ്രമാണം വെച്ചുകൊണ്ട് അത് വെച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ആളുകൾ എന്ത് ലഭ്യമാകുന്നതും ന്യായപ്രമാണ പ്രകാരം എന്ന് വിശ്വസിക്കുന്നവരാണ്. അവർക്ക് വിശ്വാസത്തിനപ്പുറമായി കർമ്മം ചെയ്യൂ മുക്തി നേടൂ, ഡു സംതിങ് ഗെറ്റ് മോക്ഷ, എന്തെങ്കിലും ഒന്ന് ചെയ്യൂ അതിലൂടെ രക്ഷപ്പെടൂ, ഈ കൽപ്പനകൾ അനുസരിക്കൂ ഇതിലൂടെ രക്ഷപ്പെടൂ, ഈ കർമ്മങ്ങൾ ചെയ്യൂ ഇതിലൂടെ പാപത്തിന് മോചനം ഉണ്ടാകും. ഇത്തരത്തിലുള്ള നിയമങ്ങളെ അനുശാസിച്ചിരുന്ന ആളുകളോട് പറയുന്നത് ഏതെങ്കിലും ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്ന ഒന്നല്ല പാപക്ഷമ, നീതീകരണം എന്ന് പറയും. പിന്നെ എങ്ങനെയാണ്? ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ലഭ്യമാകുന്ന ഒന്നാണ് ന്യായപ്രമാണം, പാപക്ഷമ അഥവാ നീതീകരണം. ഇത് ആരോടാ പറയുന്നത്? ആ വാക്യം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, ഏതൊരു കത്തും ഒരു ഇതാരെയാ ഫോക്കസ് ചെയ്യുന്നത്, സ്വീകരണകർത്താക്കൾ ആരാണെന്ന് എപ്പോഴും ചിന്തിക്കണം. അവിടെയാണ് അത്തരം ചിന്തകളിലേക്ക് പോകുമ്പോഴാണ് ഈ ലേഖനത്തിന്റെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാകുന്നത്. നിരന്തരമായി പാപം ചെയ്യുക, പരിഹാരമായി എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുക, അതുവഴി മോക്ഷം ലഭിക്കുക, ഇത്തരത്തിലുള്ള വളരെ ബാലിശമായ ചിന്തകളെ വെച്ച് പുലർത്തിയിരുന്ന ഒരു കൂട്ടം ആളുകളോട് താൻ കൃത്യമായി പറയുന്നു, ക്രിസ്തുവിൽ വിശ്വസിക്കുക. ക്രിസ്തു ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് പൊതു അറിവ് കൃത്യമായി എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. അത്തരത്തിൽ ഒരു കൂട്ടം ആളുകളോടാണ് ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്. വിശ്വാസത്താലാണ് ലഭ്യമാകുന്നത്. ഇപ്പൊ ശ്രദ്ധിക്കണം, പൗലോസ് ഇതെഴുതുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ രണ്ട് വ്യത്യസ്തമായ ഗ്രൂപ്പുകളുടെ സജീവ സാന്നിധ്യമാണ് സഭയിൽ, ഇത് സ്വീകരണകർത്താക്കളിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പൊതു തത്വം താൻ അവതരിപ്പിക്കുന്നു. ന്യായപ്രമാണം വേണ്ട, ഇനി മറ്റൊരു യാതൊരുമായ കർമ്മങ്ങളും വേണ്ട, മറിച്ച് ഇതാർക്കാണ് സ്വീകരിക്കാൻ കഴിയുക? ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും. അതിന് യഹൂദനെന്നോ യഹൂദേതരനെന്നോ വ്യത്യാസമില്ല. അതാണ് 22-ാം വാക്യം. ഇനി 22-ാം വാക്യം തന്നെ താൻ പറയുന്നു, ഇത്തരത്തിൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ സജീവമാകുമ്പോൾ, വിശ്വാസം ഉടലെടുക്കുമ്പോൾ അവിടെ ലിംഗഭേദമില്ല, വർണ്ണഭേദമില്ല, ഡിസ്ക്രിമിനേഷൻ അവിടെ അല്ലെങ്കിൽ വേർതിരിവുകൾ, വ്യതിരക്തത ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി കാണുന്നത്. 22-ാം വാക്യം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഈ ഭാഗത്ത് നിന്നും 23-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ 25, 26 വാക്യങ്ങൾ താൻ പറയുന്നു, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾക്ക് പാപത്തിന് മോചനം ലഭിക്കുക? പാപപരിഹാരമായ ക്രിസ്തുവിന്റെ മരണം കൊണ്ട്. ക്രിസ്തുവിന്റെ മരണം. ശ്രദ്ധിച്ചേ, പഴയ നിയമത്തിലെ ഏടുകളിൽ ഒരു യാഗമൃഗം ബലിയാകുന്നതിലൂടെ, എന്നോട് ഞാൻ പറയുന്നു, ഒരുവന്റെ പാപം മറ്റൊന്നിന്മേൽ ചുമത്തിയിട്ട് ആരോപിച്ചിട്ട് ഒരു പ്രതീകമെന്നോണം എനിക്ക് പകരമായി എന്റെ പാപം ആരുടെ മേൽ ആരോപിക്കുന്നുവോ, ഏത് മൃഗത്തിന്റെ മേൽ, ഏത് പക്ഷിയുടെ മേൽ ആരോപിക്കുന്നുവോ അല്ലെങ്കിൽ ചുമത്തുന്നുവോ, അത് എനിക്ക് പകരമായി യാഗമായി തീരുന്നത് പോലെ, അതിലൂടെ മോക്ഷം ലഭിക്കുന്നത് പോലെ തന്നെ അതിൽ നിന്നും വ്യത്യസ്തമായി വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും വേണ്ടി ഒരാളുടെ പാപം മറ്റൊരാൾ ഏറ്റെടുത്തിട്ട് എനിക്ക് പകരമായി മറ്റൊരാൾ മരിക്കുന്നു എന്ന ചിന്ത. ഇനി ഇവിടെ നമ്മൾ കാണുമ്പോൾ വേറൊരു വളരെ രസകരമായ, അല്ലെങ്കിൽ ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഇതൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ ഇതിന്റെ ഒരു കെമിസ്ട്രി നമ്മൾ മനസ്സിലാക്കും. അപ്പം ഇവര് ഈ പാരമ്പര്യവാദികളും ന്യായപ്രമാണവാദികളും ഒക്കെ ആയതുകൊണ്ട് അവരുടെ പാരമ്പര്യത്തോടോ അവരുടെ ചിന്താഗതിക്കോ സമാനമായി തന്നെ
നിങ്ങൾ മുൻകാലങ്ങളിൽ നിങ്ങളുടെ പാപങ്ങൾ ഒരു മൃഗത്തിന്റെ മേലോ പക്ഷിയുടെ മേലോ പുരോഹിതൻ നിങ്ങളുടെ പാപം നിങ്ങൾ കൊണ്ടുവരുന്ന ഏതൊരു യാഗവസ്തുവാണോ ആ യാഗവസ്തുവിന്റെ മേൽ, മൃഗത്തിന്റെ മേൽ, പക്ഷിയുടെ മേൽ നിങ്ങളുടെ പാപത്തെ ആരോപിച്ച് നിങ്ങൾക്ക് പകരമായി യാഗമാകുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ക്രിസ്തുവിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിക്കുകയും അനന്തരം നിങ്ങൾ മോചനം പ്രാപിക്കുകയും ചെയ്യും എന്നൊരു ചിന്ത. എന്നൂടെ പറയാം. ലളിതമായിട്ട് ഒരു നമുക്ക് പ്രസംഗമായിട്ടൊക്കെ പറയാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കണം, ദൈവം ഒരിക്കൽ പോലും തന്റെ പദ്ധതികൾ പാസ്റ്റർ ഒരു പ്രാവശ്യം കൂടെ അത് പറയും പാസ്റ്ററെ. പാസ്റ്റർ ഇപ്പോൾ പറഞ്ഞത് ഒരു പ്രാവശ്യം കൂടെ പറയും. തീർച്ചയായിട്ടും 1-2 പ്രാവശ്യം ഞാൻ പറയുന്നതായിരിക്കും. ശ്രദ്ധിച്ചോളൂ. ന്യായപ്രമാണം എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ ന്യായപ്രമാണവാദികളായിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, ഇതിന്റെ സ്വീകരണകർത്താക്കളായി ലേഖനം വായിക്കുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ പഴക്കം ചെന്നതും അവർ പരിചയിച്ചതും പരമ്പരാഗതമായി, പൈതൃകമായി, പാരമ്പര്യമായി അവർ അനുവർത്തിച്ചു വന്ന ആ നയങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ പരിചയത്തോടൊപ്പം തന്നെ പുരോഹിതൻ നിങ്ങൾ കൊണ്ടുവരുന്ന മഹാപാപ പരിഹാര ദിവസത്തിൽ നിങ്ങൾ കൊണ്ടുവരുന്ന യാഗമൃഗത്തിന്മേൽ നിങ്ങളുടെ പാപം എന്ത് ചെയ്തു? ആരോപിക്കുന്നു അല്ലെങ്കിൽ ചുമത്തുന്നു. അതിന് നിങ്ങൾക്ക് പകരമായി എന്ത് ചെയ്തു? അത് യാഗമാക്കുന്നു. അങ്ങനെ നിങ്ങൾ പാപമോചനം പ്രാപിച്ചവരായി പോകുന്നത് പോലെ തന്നെ ക്രിസ്തു എന്ന ബലിമൃഗം നിങ്ങൾക്ക് പകരമായി കാൽവറിയിൽ മരിക്കുന്നു. പക്ഷേ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് പകരമായി ക്രിസ്തു മരിക്കുന്നു എന്ന് നിങ്ങൾക്ക് പൂർണ്ണബോധ്യം ഉണ്ടാകണം. നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കണം, നിങ്ങൾ അംഗീകരിക്കണം. അതാണ് ഇവിടുത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കൂ. ദൈവത്തിന്റെ പദ്ധതികൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ പരിശോധിച്ചാൽ, ഈ ബൈബിൾ മുഴുവൻ പരിശോധിച്ചാൽ നമുക്ക് പരിചയമില്ലാത്ത, ഇതൊരു ദൂതല്ല കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഉദാഹരണം പറയാം. എനിക്ക് നിങ്ങൾക്കും പരിചയമില്ലാത്ത ഒരു കാര്യപരിപാടിയും ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്താനോ പദ്ധതിക്ക് വേണ്ടി തെരഞ്ഞെടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഉദാഹരണം, ഒരു പട്ടി നേരെ കടിക്കാൻ വരിക. നമ്മൾ ആദ്യമൊക്കെ പട്ടി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമെങ്കിലും ഉടൻ തന്നെ പട്ടി വീണ്ടും വളരെ ശൗര്യത്തോടു കൂടി ഈ നായ നമ്മുടെ നേരെ ചാടി വരുമ്പം നമ്മുടെ കയ്യിലോട്ട് ഒരു തോക്കെടുത്ത് തരിക. വെടിവെക്കാൻ പറഞ്ഞ് എത്ര പേർക്ക് ഇവിടെ ഇരിക്കുന്നു? എത്ര പേർക്ക് അറിയാം വെടിവെക്കാൻ? പട്ടിക്ക് നേരെ വെടിവെക്കാൻ എത്ര പേർക്ക് അറിയാം? ഞാൻ പറയാം, എന്റെ പൊന്നച്ചുവിനെ കടിച്ചു കൊന്നാലും കൂടെ എനിക്കറിയത്തില്ലെന്ന് പറയും. ഞാനിതൊക്കെ കാഞ്ചൊക്കെ വലിച്ച് നെഞ്ചത്ത് ഇവിടെയൊക്കെ വെച്ച്, ഒന്നാമത് ഞാനിത് ഈ സ്റ്റെൻറ്റിട്ട ആളാണ്. അപ്പൊ ഞാൻ ഈ വയറ്റരോ അല്ലെങ്കിൽ എന്റെ തുടവിലൊക്കെ വെച്ച് നിന്ന് സെറ്റപ്പ് ആക്കി വരുമ്പം പട്ടി എന്ത് ചെയ്യും? അതിന്റെ കാര്യപരിപാടി കഴിഞ്ഞിട്ട് മടങ്ങിപ്പോകും. അതുകൊണ്ട് ഞാൻ പറയും, നമുക്കിത് പരിചയമില്ല എന്ന് പറയും. പക്ഷേ എനിക്ക് ഏറെ പരിചയമുള്ളൊരു കാര്യം, 2-3 പ്രാവശ്യം ആവർത്തിക്കും ബോപട്ടി എന്ന് പറഞ്ഞത് നമ്മുടെ കയ്യിലുള്ള കൊണ്ടൊന്ന് വീശും. പറ്റിയില്ലെങ്കിൽ അടുത്ത പരിപാടി നമ്മൾ കുനിഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പാകത്തിന്, എറിയാൻ പറ്റുന്ന പാകത്തിന് ഒരു കല്ലെടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു വടിയെടുക്കുക എന്നുള്ളത്. അതെടുത്ത് എന്ത് ചെയ്യും? അതിനെ പ്രതിരോധിക്കും. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഈ ഇസ്രായേൽ മക്കളുടെ ചരിത്രം നോക്കിക്കേ. അവർക്ക് അവർ പരിചയിച്ച പല കാര്യങ്ങളിലൂടെയാണ് ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി അവരെ വീണ്ടെടുക്കാനുള്ള രക്ഷന്റെ പ്രവൃത്തി നടപ്പിൽപ്പെടുത്തി. ഒന്നുകൂടി ഞാൻ പറയാം, ഒരു അഭിഷേകമുള്ളവന്റെ കയ്യിലെ ആയുധമാണ് ദൈവത്തിന്റെ ആയുധം. മനസ്സിലായോ? ഒരു അഭിഷേകമുള്ളവന്റെ കയ്യിലെ ആയുധമാണ് ദൈവത്തിന്റെ ആയുധം. അതുകൊണ്ടാണല്ലോ 1 1 2 എന്ന് പറഞ്ഞ ഒരു കഴുതയുടെ പച്ചത്താടിയല്ലേ എടുത്തിട്ട് 1 1 2 എന്ന് പറഞ്ഞ് എത്ര പേരെയാ കൊന്നൊടുക്കിയത് അല്ലേ? 7 പ്രാവശ്യം ചുറ്റിയിട്ട് ഒരു മതിലിടിക്കാൻ എന്തൊരു ഒരു പക്ഷെ നമുക്കൊക്കെ ഭ്രാന്തായിട്ട് തോന്നും. ഈ ഒരു മതിലിടിക്കാൻ വേണ്ടി 7 പ്രാവശ്യം ചുറ്റുക, കുടമുടക്കുക, പന്തം തെളിയിക്കുക, കുടമുടക്കുക, ആർപ്പിടുക. മനസ്സിലായോ? അല്ലാതെ ഒരു വലിയ പാറ്റൻ ടാങ്കിയോ പീരങ്കിയോ കൊണ്ടെന്നല്ല, മറിച്ച് അവർക്ക് എന്താണോ പരിചയം, ആ പരിചയമാണ് ദൈവം തന്റെ പരിചയമായി ഉപയോഗിക്കും. ഒന്നുകൂടി ഞാൻ പറയാം, നമ്മൾ പരിചയപ്പെടുന്ന എന്താണോ, നമുക്ക് പരിചയമുള്ള എന്താണോ,
നാം ഒന്നുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ അഭിഷേകമുള്ളവന്റെ കയ്യിലെ ആയുധമാണ് എന്ത്? ദൈവത്തിന്റെ ആയുധം. പ്രമാണം തെറ്റിച്ച ഒരു കൂട്ടം ആളുകൾ പാളയത്തിൽ കിടന്ന് കറങ്ങുമ്പോൾ ദൈവത്തിന് വിരോധമായി, മോശയ്ക്ക് വിരോധമായി, പ്രമാണത്തിന് വിരോധമായി, പ്രമാണം കിട്ടിയിട്ടില്ല അവിടെ, പക്ഷെ ദൈവത്തിന് വിരോധമായി നിൽക്കുമ്പോൾ, മുമ്പിൽ നിർത്തിയ കാളക്കുട്ടിയുടെ മുമ്പിൽ ഉറഞ്ഞു തുള്ളുമ്പോൾ പ്രമാണമായി വന്നവൻ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്: ദൈവത്തിന്റെ യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. ശ്രദ്ധിച്ചേ, അവിടെ ഒരു കൂട്ടം ആളുകൾ ദൈവത്തിന് നേരെ തിരിഞ്ഞപ്പോൾ, ദൈവത്തിനെതിരെ തിരിഞ്ഞപ്പോൾ, ദൈവത്തിന് നേരെ തിരിഞ്ഞ ഒരു കൂട്ടം ആളുകൾ, അവരെയാണ് ദൈവം അഭിഷേകമുള്ളവരെ കണ്ട് മാറ്റി നിർത്തിയത്. ഇനി അവരുടെ ആയുധം എന്താ? അവരുടെ ആയുധം ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക? അരക്കി കെട്ടിയിട്ട് എന്ത് ചെയ്യുക? യുദ്ധം ചെയ്യുക. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പൊ ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. നമുക്ക് പരിചയമുള്ള ഈ ദൈവത്തിന്റെ പദ്ധതികൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ പരിചയമില്ലാത്ത ഒരു കാര്യവും കൊണ്ടുവന്നിട്ട് അണ്ടകടാകം കാര്യം പറഞ്ഞൊന്നും മനസ്സിലാക്കിയല്ല. നമുക്ക് ഏറെ പരിചയം പ്രാർത്ഥനയാണോ? നമുക്കേറെ പരിചയം കണ്ണീരാണോ? നമുക്കേറെ പരിചയം ഉപവാസമാണോ? നമുക്കേറെ പരിചയം നമുക്ക് അധികാരത്തോടുകൂടി ഉപയോഗമാണോ? അല്ലെങ്കിൽ വചനത്തെ ഉറക്കി എന്താണ് നമുക്ക് പരിചയം? ആ പരിചയമാണ് നമ്മുടെ പരിചയമായിട്ടും നമ്മുടെ വിജയമായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. ഇനി ശ്രദ്ധിച്ചേ, ഇവിടെ മരണത്തെ വിശ്വസിക്കുന്ന ഏതൊരുത്തിനെയും ദൈവം എന്ത് ചെയ്തു? അവന് എന്ത് ചെയ്യും? പരിഹാരമായിട്ട് നൽകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 4 കാര്യങ്ങളാണ് ഇവിടെ ഈ ഒന്നാമത്തെ ഭാഗത്തെ നമുക്ക് കാണാൻ കഴിയുക. ഇനി ശ്രദ്ധിച്ചേ, അടുത്തത് എല്ലാവരും പാപം ചെയ്തു എന്നുള്ളതാണ്. 23-ാം വാക്യത്തിന്റെ പ്രത്യേകത എല്ലാവരും പാപം ചെയ്തു. മാത്രമല്ല ദൈവത്തിന്റെ ദേശം ചെയ്തു നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇവിടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, പാപം എന്ന് പറയുന്നതിന്റെ സർവലൗകികത, സാർവത്രികമായ അവസ്ഥയെ എന്ത് ചെയ്യുക? ചൂണ്ടിക്കാണിക്കുക. ഏതെങ്കിലും ന്യായപ്രമാണത്തെ സ്വീകരിച്ച ആളുകൾ, അംഗീകരിച്ച ആളുകൾ, ദൈവത്തിന് വേണ്ടി വേർതിരിഞ്ഞു എന്ന് പരമ്പരാഗതമായി പൈതൃകമായി അത്തരം വിശ്വാസങ്ങളെ വെച്ചു പുലർത്തുന്ന ആളുകൾ അവർ നീതിമാന്മാരാണെന്നും അവർ രക്ഷപ്പെടുമെന്നും തങ്ങൾക്കിതൊന്നും ഭാഗധേയത്വമില്ല എന്നും ചിന്തിക്കാതെ തങ്ങളും ഇതിന് അടിമയാണെന്ന്, അല്ലെങ്കിൽ ഇതിന്റെ കീഴിലാണെന്ന്, അല്ലെങ്കിൽ പാപത്തിന് കീഴിലാണെന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഒരു വലിയ ശ്രമമാണ് പൗലോസ് എല്ലാവരും പാപം ചെയ്തു എന്ന് 23-ാം വാക്യത്തിൽ പറയുന്നത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം അതിന്റെ ഭവിഷ്യത്താണ്. എന്താണെന്നറിയാമോ? എല്ലാവരും പാപം ചെയ്തു, അത് സർവ്വലൗകികത. രണ്ടാമത് അതിന്റെ ഭവിഷ്യത്ത്, അതിന്റെ കോൺസിക്വൻസ് എന്താണ്? ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാണ്. ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ദൈവം തന്റെ സ്വാദസ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെടുകയും ദൈവം എന്ന് പറയുന്ന ആ സംജ്ഞ, ആ നാമം, ആ സനാതനമായ ധർമ്മത്തെ ഹൃദയപൂർവ്വം സ്വീകരിച്ച മനുഷ്യൻ പാപം എന്ന് പറയുന്ന ആ പ്രവൃത്തിയിലൂടെ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞത് കൊണ്ട് തന്നെ ഒന്ന്, എല്ലാ മനുഷ്യരിലും ഇത് പകർന്നിരിക്കുകയും മാത്രമല്ല ദൈവത്തോടടുക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുകയും ചെയ്തു എന്ന് 23-ാം വാക്യത്തിൽ പറയുന്നു. ഇനിയാണ് ഈ അധ്യായത്തിലെ അല്ലെങ്കിൽ റോമാലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായി ചിന്തിക്കുന്ന വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം എന്ന് പറയുന്നു. ശ്രദ്ധിക്കേ, 24-25 വാക്യങ്ങൾ പറയുന്നത് കുറ്റമറ്റവരായി അംഗീകരിക്കുക എന്നാണ്. നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കുറ്റമറ്റവരായി അംഗീകരിക്കുക. ഇതൊരു പുതിയ പരിഭാഷയാണ്. എങ്ങനെയാണ്? റോമൻ നീതിന്യായ കോടതികളിൽ ധാരാളമായി ഉപയോഗിച്ചിരുന്ന ഒരു പദമാണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുക. അതിന്റെ വിശദീകരണം ഇങ്ങനെയാണ്: കുറ്റവാളിയാണെന്ന് സംശയിക്കപ്പെട്ടെങ്കിലും വിചാരണയ്ക്ക് ശേഷം നിർദോഷിയായി പ്രഖ്യാപിക്കപ്പെടുന്ന അനുഭവത്തെയാണ് ഇത് സൂചിപ്പിക്കുക. ശ്രദ്ധിക്കുക, കുറ്റം ചെയ്തുവെന്ന് അല്ലെങ്കിൽ കണ്ടെത്തിയതിന്റെ ഫലമായി, സംശയിച്ചതിന്റെ ഫലമായി എന്ത് ചെയ്തു? പിടിക്കപ്പെടുന്ന ഒരു കുറ്റവാളി കോടതിയിൽ കൊണ്ടുവന്ന ശേഷം വാദപ്രതിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ, നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, നിലവിലുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, പിന്നെ നിരത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ ന്യായാധിപൻ
അതിന്റെ നിയമത്തിന്റെ പഴുതുകളിലൂടെ നിയമം വെച്ചുകൊണ്ട് അവൻ ശരിയാണോ തെറ്റാണോ ചെയ്തത് എന്ന് കൃത്യമായി നിരീക്ഷിച്ചിട്ട് നിയമം എന്ത് സാധുതയാണ് ഇവന് നൽകുന്നത്. ഒന്നെങ്കിൽ കുറ്റവാളിയായി തുറങ്കലിൽ അടയ്ക്കപ്പെടാം, ഇല്ല എങ്കിൽ കുറ്റമറ്റവനായി നീതി നിഷേധിക്കപ്പെട്ടവനല്ല, നീതിയുടെ ഫലമായി അവൻ എന്ത് ചെയ്യാ സ്വതന്ത്രമായി വിട്ടയക്കാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക ഇവിടെ. അപ്പോൾ കോടതിയിൽ കൃത്യമായി ഉപയോഗിക്കുക. അവൻ കുറ്റവാളിയാണ്, അതുകൊണ്ട് തന്നെ. പക്ഷേ അവന് വേണ്ടി വാദിക്കാൻ ഒരാൾ, അവന് വേണ്ടി തെളിവുകൾ നിരത്താൻ ഒരാൾ, അവന് വേണ്ടി പറയാൻ ഒരാൾ, അവന് വേണ്ടി മധ്യസ്ഥ അണയാൻ ഒരാൾ, കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് ഇവൻ ചെയ്തിട്ടില്ല, ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു എന്ത് ചെയ്യുക, അവനെ കുറ്റമറ്റവനായി എന്ത് ചെയ്തു പുറത്തേക്ക് വിടുകയാണ്. ഞാനൊരു പ്രാവശ്യം പ്രതിക്കൂട്ടി കയറി ഇങ്ങനെ വക്കീൽ എന്നെ വിസ്തരിച്ചതാണ്. നിങ്ങൾ ഓർക്കും ഭയങ്കര തെറ്റ് ചെയ്തിട്ടാണ്. അല്ല, റവർ ഷീറ്റ് മോഷ്ടിച്ചാലും കേട്ടോ, ഞാനല്ല. ഞങ്ങളൊരു പുതിയ ടൗണിൽ നിന്ന് ഞങ്ങളൊരു കുറച്ച് ഗ്രാമത്തിലേക്ക് പെൻഷൻ പറ്റി കഴിഞ്ഞപ്പം ഞങ്ങൾ സ്ഥലം വാങ്ങിച്ച് അങ്ങോട്ട് പോകും. വീടിറക്കി സാധനം ഇറക്കിക്കൊണ്ടിരിക്കുമ്പം നമുക്ക് ഞങ്ങളുടെ സ്ഥലം വാങ്ങിച്ച സ്ഥലത്തിന്റെ ജസ്റ്റ് ഫ്രണ്ടിലത്തെ വീട്ടില് ഞങ്ങൾ ചെല്ലുന്ന നമ്മുടെ ഗതികടോ കാലക്കട കൊണ്ടോ അന്ന് അവിടെ കള്ളം കയറി കൊണ്ടുപോയത് 8 ഷീറ്റാണ്, റബ്ബർ ഷീറ്റ്. അപ്പൊ അന്വേഷിക്കാൻ വേണ്ടി പോലീസ് വന്നു. മഹസർ എഴുതിയിട്ട് നമുക്ക് പരിചയമുള്ള പെന്തക്കോസ്തുകാരൻ പാസ്റ്റർ ഒരു പോലീസുകാരുണ്ടായിരുന്നു, ബാബു സാർ എന്ന് വിളിക്കുന്നത്. പുള്ളി എനിക്ക് പരിചയമുള്ള ആളാണ്. എന്നെ കണ്ടു, എടാ മോനെ നീ എന്നെ അവിടെ നിൽക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഞങ്ങൾ തൊട്ടപ്പുറത്തെ സ്ഥലം വാങ്ങിച്ചു, സാധനം ഇറക്കാൻ വന്നാണ്, ഇറക്കിട്ട് പോവാന്ന് പറഞ്ഞു. എടാ അവിടെ നിന്ന് ഒരു കാര്യം പറയട്ടെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു, എന്നെ സാറേ എടാ ഇത് ഒപ്പിട്ടാക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാ സാറേ? എടാ നീ തുപ്പിട്ടാൽ മതി, കാരണം ഞങ്ങൾ ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് പോയി എന്ന് പറഞ്ഞ് ഒരു തെളിവ്, ഒരു സാക്ഷി വേണം, അത് നീ തുപ്പിട്ടാൽ മതി. ഞാൻ പറഞ്ഞു, സാറേ ഇത് ഗുരുമാരാകുക, എനിക്ക് കോടതി വരാൻ പറ്റത്തില്ല, കാരണം നമ്മള് അങ്ങനെ ബുദ്ധിമുട്ടാണ്, വരത്തില്ല. നീ കോടതി ഒന്ന് വരണ്ടെന്നു. കോടതി ഒന്നും വരണ്ട. ഓ ശരി, എന്നായി ഒപ്പിട്ട്. നമുക്കറിയില്ലല്ലോ ഇതിനൊക്കെ കാര്യം. അതിനുശേഷം ഞങ്ങൾ കുറെ 5-6 മാസം കഴിഞ്ഞപ്പോൾ ഒരു പേപ്പർ വന്നു, ഇത്രാം തീയതി കോടതി ചെല്ലണം. ചോദിച്ചപ്പോൾ നിങ്ങൾ മഹസർ സാക്ഷിയാണ്. ഞാനിവിടെ ഇല്ല, ഞാൻ തൃശ്ശൂരാണ്. എന്നൊരു പ്രോഗ്രാമായി ബന്ധപ്പെട്ടു, അന്ന് പോകാൻ പറ്റിയില്ല. 2ാം പ്രാവശ്യം വന്നപ്പോഴും പോകാൻ പറ്റിയില്ല. ഞാൻ അന്ന് ട്രിവാൻഡ്രത്ത് വേറൊരു പ്രോഗ്രാമിൽ ട്രിവാൻഡ്രത്താണ്. 3ാം പ്രാവശ്യം എനിക്ക് അറസ്റ്റ് വാറണ്ട, എന്നാ നാം കട്ടോ ഇല്ല, മോട്ടിച്ച് ഒന്നും ചെയ്തില്ല. ജസ്റ്റ് പോലീസുകാർ വന്നെന്ത് ചെയ്യാം, ഇനി ഓർത്തോണം, നിങ്ങൾ ആരും വെറുതെ പോയി എന്തെങ്കിലും സംഭവം ഉണ്ട് അവിടെ പോയി നോക്കിയിരിക്കരുത്, ഒരു കാര്യം ചെയ്യരുത്, അന്നേരം ഒഴിഞ്ഞു പൊക്കണം. അന്നേരം എനിക്ക് അറസ്റ്റ് വാറണ്ടാവും. വീട്ടിൽ പോലീസുകാർ, ഞാൻ പാലക്കാടാണ്, ഉടനെ ഒരു പ്രോഗ്രാമിന് പോയാൽ അന്നേ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ അന്ന് വൈകിട്ട് തന്നെ അവിടുന്ന് വണ്ടി കയറി. രാവിലെ വന്നു. രാവിലെ ഞാൻ വീട്ടിൽ വന്നപ്പോ തന്നെ എന്നോട് പറഞ്ഞു, തലേദിവസം പോലീസുകാരൻ ഒന്ന് പറഞ്ഞ് 6 മണിക്ക് പാമ്പാടി സ്റ്റേഷനിൽ വന്നു. ഞാൻ പാമ്പാടി സ്റ്റേഷനിൽ ചെന്നു. അവർ ചായയൊക്കെ വാങ്ങിച്ചു തന്നു, പേപ്പറൊക്കെ വന്ന്, ഫുഡൊക്കെ വാങ്ങിച്ചു തന്നു. അവിടുന്ന് എല്ലാം കഴിച്ച് ഞാനും പോലീസുകാരനും കൂടി കോട്ടയത്ത് വന്നു. കോടതി വന്ന് ജാമ്യം എടുത്തു. എനിക്ക് പുള്ളി ജാമ്യം എടുത്തു തന്നു. ഞാൻ പോന്നു. അതിന്റെ 2 ആഴ്ച ഞാൻ പറഞ്ഞു, ഇത്രാം തീയതി കോടതിയിൽ ഹാജരാകണം. ഞാൻ കോടതിയിൽ ഹാജരാകും. കോടതിയിൽ രാവിലെ 8 മണിയാകും പോയി ഇങ്ങനെ നിൽക്കുക. 10 മണിക്ക് കോടതി തുടങ്ങിയപ്പം ഇത് മൂട്ടിച്ചവനെ പോലീസുകാർ കൊണ്ടുവന്നു. എനിക്കിട്ട് നോക്കി. അപ്പൊ എന്റെ നേരം അവൻ ചൂടായി. അവനെ ഓർത്ത് ഞാൻ അവനെതിരായിട്ട് സാക്ഷി പറയാൻ വന്നതാണ്. ഞാൻ എങ്ങനെയായാലും ഊരി പോരണമല്ലോ ഈ കേസിൽ നിന്ന്. ഞാൻ അങ്ങനെ നിൽക്കുമ്പം പോലീസുകാരൻ അവനെ വഴക്ക് പറഞ്ഞ് ഒഴിച്ചു വിട്ട്. അത് കഴിഞ്ഞ് കോടതി പിരിയുന്നവരെ ഞാൻ വെളിയിൽ നിൽക്കി. എപ്പോൾ വിളിക്കുന്നു 12 മണിയായപ്പം 1 മണിയായപ്പം കോടതി പിരിഞ്ഞു. വിളിച്ചില്ല. ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് എന്ന് പറഞ്ഞു. 2 മണിക്ക് വിളിക്കുന്നു പറഞ്ഞ് വീണ്ടും ഫുഡ് കഴിച്ചിട്ട് അവിടെ പോയി നിൽക്കുക. 3 മണിയായി, 4 മണിയായി. 4:30 വിളിച്ചു. കോടതി കയറ്റി, പ്രതിക്കൂട്ടി കയറ്റി നിർത്തി. ജഡ്ജി എന്നോട് ചോദിച്ചു, ഈ പുള്ളി അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് അറിയാമെന്നാണ്. താൻ പിന്നെ എന്നെ ഒപ്പിട്ടെന്ന് ചോദിച്ചു. എൻ്റെ ഒപ്പാണെന്ന് ചോദിച്ചു. എൻ്റെ ഒപ്പാണ്. പിന്നെ എങ്ങനെ ഇതിനകത്ത് വന്നത്? ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഇതായിരുന്നു, ഞാൻ ഇന്നോടത്ത് ഞങ്ങൾ താമസിക്കായിരുന്നു, അവിടെ സ്ഥലം വാങ്ങിച്ച് അവിടെ സാധനം ഇറക്കാൻ ചെന്നപ്പോൾ നമുക്ക് പരിചയമുള്ള പോലീസുകാരൻ ഈ എന്നെ കൊണ്ട് ഇങ്ങനെ നിർബന്ധിച്ച് ഒപ്പിടിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പം ജഡ്ജി എന്നോട് ചോദിച്ച, ഇവന്റെ വക്കീലിനോട് ചോദിച്ചു, ഈ പുള്ളി അറിയാമോ? ഞാൻ അറിയത്തില്ല. പിന്നെ ഈ ഷീറ്റ് അറിയാവുന്ന, കണ്ടാ ഷീറ്റ് റബ്ബർ ഷീറ്റ് മോഷ്ടിച്ചു കണ്ടോന്ന് ചോദിച്ചു. ഞാൻ കണ്ടില്ല. പിന്നെ താനെ ഒപ്പിട്ട്. ഞാൻ മഹസർ സാക്ഷിയാണ്. പിന്നെ ഈ റബ്ബർ ഷീറ്റ് കണ്ടാ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ റബ്ബർ ഷീറ്റ് എങ്ങനെ നമുക്ക് കണ്ടാ അറിയാം? എല്ലാ റബ്ബർ ഷീറ്റും ഒരുപോലെയല്ലേ. ചുരുക്കം പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് അതും ഇതൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞ് പൊക്കോളാൻ പറഞ്ഞ്
അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടു പോകുമെന്ന് പറയും. ഞാൻ കുറ്റവാളിയല്ല, പക്ഷേ കുറ്റം ചെയ്തില്ല എന്ന് അവിടെ കയറേണ്ടതായിട്ട് വന്നു. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? കുറ്റം ചെയ്ത പ്രതി അവിടെ നിൽപ്പുണ്ട്, അവനെയും വെറുതെ വിട്ട്. കാരണം ഈ 8 ഷീറ്റ് നഷ്ടപ്പെട്ടത്, ഈ 8 ഷീറ്റ് തങ്ങളുടേതാണെന്ന് സ്ഥാപിക്കാൻ ആ വാദിയുടെ വക്കീലിന് കഴിഞ്ഞില്ല. ഈ റബ്ബർ ഷീറ്റ് എങ്ങനെയാ അവന്റെ ആണെന്ന് പറയുന്നത്? എല്ലാ റബ്ബർ ഷീറ്റും ഒരുപോലെ. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? വക്കീല് ഇത് വെച്ച് വാദിച്ചു ചുരുക്കം പറഞ്ഞാൽ ഈ വാദിയെ തോൽപ്പിച്ച് പ്രതിക്ക് എന്ത് ശിക്ഷയുടെ ഇളവ് കിട്ടി, അവനെ പറഞ്ഞു വിട്ടു. രാജു എന്ന് പറഞ്ഞ മാനത്തുള്ളൊരു കള്ളന്. പിന്നീട് പല കേസുകളും അവനെ പിടിച്ചു, അത് പറയാ കാര്യം. ഞാൻ പറഞ്ഞത് ഇതുപോലെ ഇതൊരു ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തു ശരിയാ, പക്ഷേ അവൻ ന്യായമായിട്ട് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ അവനൊരു ശിക്ഷ കൊടുത്തു, അല്ലെങ്കിൽ അവന് ഈ ശിക്ഷയ്ക്ക് ഒരു ഇളവ് കൊടുത്ത് അവനെ രക്ഷപ്പെടുത്താൻ കഴിയും. ഈ വാക്കാണ് ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ഇതിനകത്ത് ഈ റോമാലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന വാക്ക് ലോകത്തിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചൊരു വാക്കാണ്. അതുകൊണ്ട് അതാണ് ഒന്നാമത്തെ ഈ 24-25 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാമത്തെ ഭാഗം. ഇവൻ നീതീകരണം എന്ന് പറഞ്ഞ ജസ്റ്റിഫിക്കേഷൻ ആണ് ദൈവം വെച്ചിരിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ മനുഷ്യനും ദൈവവും തമ്മിൽ ഉള്ള വിടവിനെ നികത്താൻ വേണ്ടി വെച്ചിരിക്കുന്ന ഏക മാർഗം എന്ന് പറയുക. ഇനി രണ്ടാമത്തെ ചിന്ത അവിടുന്ന് തന്നെ ഈ വാക്യത്തിൽ 24-25 വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന രണ്ടാമത്തെ ചിന്ത യേശു ക്രിസ്തുവിൽ വീണ്ടെടുപ്പാണ്. രണ്ടാമത് ഉപയോഗിച്ചൊരു രൂപകമായ അല്ലെങ്കിൽ ഒരു പദപ്രയോഗം. ഇത് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് അന്നുണ്ടായിരുന്ന അടിമ കച്ചവട സമ്പ്രദായത്തിൽ നിന്നും ഒരാൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് ഈ വീണ്ടെടുപ്പ് എന്ന വാക്ക്. 3 പ്രധാനപ്പെട്ട വാക്കുകളാണ് ഈ അടിമ ഉടമ അല്ലെങ്കിൽ അടിമ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഗ്രീക്കിൽ ഉപയോഗിച്ചിരുന്നത്. ഒന്ന് അഗാരസോ എന്നാണ് ഞാൻ പറയാൻ തോന്നുന്നു. അഗാരസോ, എക്സാഗ്രസോ, ലൂട്രോ എന്ന് പറഞ്ഞാൽ, അഗാരസോ എന്ന് പറഞ്ഞാൽ ഒരു അടിമയെ അടിമച്ചന്തയിലേക്ക് കൊണ്ടുവരുമ്പോൾ വാങ്ങിക്കാൻ വരുന്ന ഉടമസ്ഥൻ ആ അടിമയെ കണ്ടിട്ട് അവനെ ഇഷ്ടപ്പെട്ടിട്ട് അവന് വില പറയുന്ന ഒരു കാര്യമാണ്. വില പറയുന്ന ഒരു ആദ്യത്തെ അതിനാണ് അഗാരസോ എന്ന് പറയുന്നത്. ഒരു ഉടമ വന്നിട്ട് പഴയ ഉടമയിൽ നിന്നും ഒരു പുതിയ ഉടമ വന്ന് ഈ അടിമയെ താൻ ഏറ്റുകൊള്ളാം എന്ന് പറഞ്ഞ് ഇവൻ എത്ര വിലയുണ്ട് എന്ന് ചോദിച്ച് മനസ്സിലാക്കി പഴയ ഉടമയും പുതിയ ഉടമയും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു കരാർ അല്ലെങ്കിൽ ഒരു ധാരണ, അതിനാണ് അഗാരസോ എന്ന് പറയുന്നത്. ധാരണ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഈ അടിമയെ പുതിയ ഉടമയ്ക്ക് ഇഷ്ടപ്പെടണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രമല്ല പഴയ ഉടമ അവനെ മോചിപ്പിക്കാനും തയ്യാറാണ്. ഈ 2 പ്രധാനപ്പെട്ട കാര്യം അതിനകത്തും. ഇനി അഗാരസോ എന്ന് പറഞ്ഞാൽ എക്സാഗരസോ എന്ന് പറഞ്ഞാൽ അടിമയ്ക്ക് എന്തുമാത്രം വിലയുണ്ടോ അവനെ ആ വില കൊടുത്തിട്ട് അടിമച്ചന്തയിൽ നിന്നും ഉടമസ്ഥനിൽ നിന്നും വാങ്ങിച്ചിട്ട് അവനെ അടിമച്ചന്തയുടെ പുറത്ത് കൊണ്ടുവരുന്നു. അടിമച്ചന്തയിൽ നിന്ന് പുറത്തു കൊണ്ടു. ലൂട്രോ എന്ന് പറഞ്ഞാൽ പുതിയ ഉടമസ്ഥൻ അവനെ സ്വന്തമാക്കിയ ഉടമസ്ഥന് വേണമെങ്കിൽ വീണ്ടും ദീർഘകാലം വീട്ടിൽ കൊണ്ടുപോയി അവനെ അടിമയാക്കി വെക്കാം. അവന്റെ സർവ്വ സ്വാതന്ത്ര്യങ്ങളും നിഷേധിക്കാം, അവന്റെ എല്ലാ അവകാശങ്ങളും നിഷേധിക്കാം. പഴയ പോലെ തന്നെ വീണ്ടും അടിമയായി അവന് ഉപയോഗിക്കാം. എന്നാൽ ഒരു പുതിയ ഉടമ ചെയ്യുന്നത് അവന്റെ സകല സ്വാതന്ത്ര്യങ്ങളും സകല സാധ്യതകളും അവന്റെ എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യമെന്ന അവന്റെ ജന്മാവകാശങ്ങളും ഒക്കെ അവന് തന്നെ തീരെഴുതി വീണ്ടും മടക്കി കൊടുത്തിട്ട് അവനെ അടിമച്ചന്തയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് സ്വതന്ത്രമായി വിട്ടയക്കുന്നു. അതാണ് ലൂട്രോ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. Paid the price, bring him out, set him free. അവനെ വില കൊടുക്കുന്നു, പുറത്തു കൊണ്ടുവരുന്നു, അവനെ സ്വാതന്ത്ര്യത്തോടു കൂടി വിട്ടയക്കുന്നു. അപ്പൊ ഇതാണ് വാസ്തവത്തിൽ വീണ്ടെടുപ്പ് എന്ന പദം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്, അല്ലേ? ആർക്കും വേണ്ടാതെ പലരും വന്ന് വില പറഞ്ഞിട്ട് മതങ്ങൾ പറഞ്ഞു, രാഷ്ട്രീയം പറഞ്ഞു, തത്വചിന്തകൾ വില പറഞ്ഞു. അങ്ങനെ ആരൊക്കെ നമുക്ക് വില പറയാമോ അവരെല്ലാം വില പറഞ്ഞിട്ട് അവർക്കാർക്കും വീണ്ടെടുപ്പാൻ കഴിയാതെ മറ്റൊരു വീണ്ടെടുപ്പിന്റെ വില ഒരാൾ നൽകി നമ്മളെ അടിമച്ചന്തയിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് സ്വാതന്ത്ര്യത്തോടു കൂടി വിട്ടയക്കുന്നു. അതാണ് പൗലോസ് ഇവിടെ ഈ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3:25 വാക്യത്തിൽ പറയുന്നത് രക്തം മൂലമുള്ള പ്രായശ്ചിത്തം. രക്തം മൂലമുള്ള പ്രായശ്ചിത്തം. ഇതും പഴയ നിയമത്തിന്റെ ഒരു യാഗത്തിന്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണാൻ ചെയ്യുക. എല്ലാ മതങ്ങളും യാഗം അർപ്പിച്ചതായിട്ട് നമുക്കറിയാം. എന്നാൽ
പഴയ നിയമ പാരമ്പര്യത്തിൽ കുറച്ചുകൂടി അതൊന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് പൗലോസ് പറയുന്നു, ഇവിടെ പാപത്തിന് പരിഹാരമായിട്ട് രക്തം കൊണ്ടുള്ള പരിഹാരം, രക്തം കൊണ്ടുള്ള പരിഹാരം. ശ്രദ്ധിച്ചേ, പ്രായശ്ചിത്തം എന്ന വാക്ക് അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്ന പദം പുരോഹിതൻ ഈ കട്ട് ചെയ്ത അല്ലെങ്കിൽ കൊന്ന അല്ലെങ്കിൽ യാഗം അർപ്പിക്കാൻ വേണ്ടി ബലിയാക്കപ്പെട്ട മൃഗത്തിന്റെ രക്തവുമായിട്ട് മഹാപരിഹാര ദിവസം വർഷത്തിൽ ഒരിക്കൽ കൃപാസനത്തിൽ ചെല്ലുകയും അവിടെ എന്ത് ചെയ്യാ, അതിപരിശുദ്ധമായ സ്ഥലത്ത് ചെന്ന് ഈ രക്തം നീരാജനം ചെയ്യുന്ന ചടങ്ങ് നമുക്കറിയാം. ചുരുക്കം പറഞ്ഞാൽ ഒരു മനുഷ്യൻ പ്രാകാരത്തിൽ വളരെ ഭവ്യതയോടുകൂടി, വളരെ പ്രതീക്ഷയോടുകൂടി, വളരെ ആഗ്രഹത്തോടുകൂടി സ്വന്തം പാപങ്ങൾ മറ്റൊരു മൃഗത്തിന് മേലോ പക്ഷിയുടെ മേലോ സമർപ്പിച്ചിട്ട്, ആരോപിച്ചിട്ട്, ചുമത്തിയിട്ട് അതിന്റെ രക്തവുമായിട്ടാണ് പുരോഹിതൻ പോയിട്ടുള്ളത്. തിരിച്ചു വരുമ്പോൾ നിന്റെ പാപം പരിഹരിക്കപ്പെട്ടു എന്ന് കേൾക്കാനുള്ള ആശ്വാസ വാക്കിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രാകാരത്തിൽ നിൽക്കുന്ന ഒരു സാധാരണക്കാരനായിരിക്കുന്ന ഒരു വ്യക്തിയുടെ മാനസിക നില. അപ്പൊ അതുകൊണ്ട് തന്നെ മടങ്ങി വന്ന് തിരിച്ച് ഈ കാര്യം പറയുന്ന വളരെ ഭവ്യതയോടുകൂടി, പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്നത് പോലെ. അപ്പം രക്തം കൊണ്ട് കൃത്യമായിട്ട് പരിഹാരം നൽകി പാപത്തിന് പരിഹാരം ഉണ്ടാകുന്നു എന്ന് ഇവിടെ ഒരു ചിത്രം പഴയ നിയമത്തിന്റെ ഏടുകളിൽ നിന്നും പൗലോസ് വായനക്കാരനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുക. എന്താണെന്ന് അറിയാമോ? ഇതിന്റെയൊക്കെ വായനക്കാർ ഇങ്ങനത്തുള്ള ആളുകളായതുകൊണ്ട് ഇനി ശ്രദ്ധിച്ചേ. അപ്പം ഈ രക്തം കൊണ്ടല്ലാതെ വിമോചനമില്ല എന്നുള്ള വാക്ക് കൃത്യമായി പൗലോസ് ഉപയോഗിക്കുമ്പോൾ തന്നെ ഈ രക്തം എന്ന് പറയുക അക്ഷരീകമായിട്ട് നമ്മൾ ഇന്നും യാഗമൃഗത്തെ കൊണ്ടുവന്ന് അതിനെ യാഗമർപ്പിച്ച് പുരോഹിതന്മാരുടെ മുമ്പോ അല്ലെങ്കിൽ ദൈവത്താൽ നിയമിക്കപ്പെട്ട അഭിഷിക്തന്മാരുടെ മുമ്പിൽ ആ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയല്ല, മറിച്ച് ഞാൻ പാപിയാണെന്നുള്ള ബോധ്യം എനിക്ക് പകരമായി കാൽവറിയിൽ ദൈവം രക്തം ഒരുക്കി, കർത്താവ് രക്തം ഒരുക്കി എന്നുള്ള വിശ്വാസമാണ് കൃത്യമായിട്ട് പരിഹാരമായി തീരുന്നതെന്ന് പൗലോസ് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഇതെല്ലാം പൗലോസ് ഇത്രയും ലളിതമായിട്ട് വളരെ വിശാലമായിട്ട് പറയാൻ കാര്യം ലേവ്യ പൗരോഹിത്യവും അല്ലെങ്കിൽ ന്യായപ്രമാണങ്ങളും അനുബന്ധമായ കാര്യങ്ങളുമൊക്കെ തുടർന്നു വന്ന അനുവാചകരെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ വേണ്ടി. അതല്ല, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മുൻകാലങ്ങളിൽ നിങ്ങൾ പുരോഹിതന് വേണ്ടി കാത്തു നിന്നതുപോലെ നിങ്ങൾ ഈ രക്തം കൊണ്ട് വിമോചനം നേടും, അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി കാത്തിരുന്നത് പോലെ തന്നെ ഇവിടെ വാസ്തവത്തിൽ അത്തരത്തിലുള്ള ഒരു കാത്തിരിപ്പിന് പകരമായി നിങ്ങൾക്ക് വേണ്ടി ഇന്നയാള്, ഇന്ന വ്യക്തി എന്നേക്കുമായി പാപപരിഹാര വഴിയായി തീർന്നുവെന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ് ഈ സംഭവങ്ങളിലൂടെ. അപ്പം അവർക്ക് പരിചയമുള്ള ഏറെ തഴക്കവും പഴക്കവും വന്ന കാര്യങ്ങളിലൂടെയാണ് പൗലോസ് തന്റെ ചരിത്രം മുൻപോട്ട് പറയുന്നത്. ഇനി 26-ാം വാക്യത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞ് ഈ 3 പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കവിടെ കാണാൻ കഴിയും. ഇനി ശ്രദ്ധിച്ചേ, 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ചില അനുമാനങ്ങൾ പൗലോസ് മുൻപോട്ട് ചില യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുള്ള ശ്രമം നടത്തുക. എന്തെന്നറിയാമോ? നമുക്കറിയാം പൗലോസ് തന്റെ മനുഷ്യന്റെ പ്രശംസ എന്ന് പറയുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തിനാണ് പ്രശംസിക്കേണ്ടത് എന്നുള്ളത്. ഈ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം യഹൂദൻ എന്ന പേര്, അല്ല പ്രത്യേകിച്ച് ഇസ്രായേൽ രാഷ്ട്രം നിലവിൽ വരുന്നത് വരെ, അവർ നിലവിൽ വന്നാൽ പോലും അവരിപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന, അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഇസ്രായേലിയൻ എന്നതല്ല, മറിച്ച് ഞങ്ങൾ യഹൂദൻ എന്ന പേരിലാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വയം പ്രശംസ എന്ന് പറഞ്ഞാൽ ഈ പേരില്, പൗരാണികതയില്, പാരമ്പര്യങ്ങളില് ഒക്കെ അഭിമാനം കൊള്ളുന്ന ഒരു കൂട്ടമാണ്. അവിടെ പൗലോസ് ഈ 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത്. അവിടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്. ഒന്ന്, നമ്മൾ പ്രശംസിക്കുന്നത് ദൈവത്തിലാകണം. ദൈവത്തിന് മുമ്പാകെ എന്തവകാശവാദം ഉന്നയിച്ചാലും അത് ഒരുവന്റെ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ രക്ഷയുടെ പ്രതിഫലമായിട്ടോ അല്ലെങ്കിൽ നേട്ടമായിട്ടോ കരുതി കൂടാ, മറിച്ച് കൃത്യമായി അവന്റെ മനോഭാവം
എങ്ങനെ ആയിരിക്കണം എന്ന് വെളിപ്പെടുത്താനാണ് പൗലോസ് ഒന്നാമത്തെ കാര്യം ഈ വാക്യങ്ങളിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് ഉദാഹരണമായി നമുക്കറിയാം ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഒരു പരീശനും ഒരു ചുങ്കക്കാരന്റെയും പ്രാർത്ഥന നമുക്ക് അവിടെ കാണാൻ കഴിയും. തങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ കൃത്യമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ. ഞാൻ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ? തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ അത് ചെയ്തു, ഇത് ചെയ്തു, ഞാനത് ചെയ്യുന്നുണ്ട്, പതാരം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ദൃഷ്ടിയിൽ നിസാരമായി പരിഗണിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത കാര്യത്തിന് പോലും എന്ത് ചെയ്യാം, ഞാൻ അത്ര ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പം അവകാശവാദങ്ങൾ, ഈ പരീക്ഷന്റെ അവകാശവാദങ്ങൾ കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ആരുടെയും കണ്ണിൽപ്പെടാൻ സാധ്യതയില്ലാത്തത്, പരിഗണിക്കപ്പെടാൻ സാധ്യതയില്ലാത്തതിനെ പോലും ഞാൻ ഓർക്കാറുണ്ട്. ഇനി ഞാൻ കൃത്യമായി പതാരം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ടാക്സ് കൊടുക്കുന്ന ആളാണ്, ഞാൻ ദശാംശം കൊടുക്കുന്ന ആളാണ്, ഞാൻ പുണ്യപ്രവർത്തി ചെയ്യുന്ന ആളാ. എന്തിനു വേണ്ടി? എന്തിനൊക്കെ ദശാംശം? നിസാരവൽക്കരിക്കപ്പെട്ട കാര്യങ്ങൾക്ക് പോലും എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ജീവിതത്തെ, സാമാന്യ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നിത്യോപകമായി ഉപയോഗിക്കുകയോ വേണ്ടവണ്ണം പരിഗണിക്കാൻ സാധ്യതയില്ലാത്തതിനെ പോലും ഞാൻ പരിഗണിച്ച് അതിനൊക്കെ കൃത്യമായി കണക്കും കാര്യങ്ങളും വെച്ചുകൊണ്ട് ടാക്സ് കൊടുക്കാൻ ശ്രമിക്കുന്നവനാണ് ഞാൻ എന്ന് എന്ത് ചെയ്യാം ഇവിടെ പരീശൻ പറയുന്നു. അതല്ലേ? അങ്ങനെ നമുക്ക് ആ വാക്യം ഞാൻ എടുത്ത് വിവരിക്കുന്നില്ല. ഇനി മറ്റൊരു കാര്യം, സ്വയമായിട്ട് എന്ത് ചെയ്യുക, ഇതെല്ലാം ചെയ്യുന്നു പറഞ്ഞു പോട്ടെ, അതൊക്കെ നല്ല കാര്യം, അതിനൊന്നും ഒരു തെറ്റുമില്ല, നല്ല കാര്യം. നിങ്ങളുടെയൊക്കെ എന്റെയും നിങ്ങളുടെയും ഭാഷ്യത്തിൽ അതൊന്നും തെറ്റൊന്നുമല്ല. പക്ഷേ എനിക്ക് സഹിക്കാൻ വയ്യാത്തൊരു കാര്യം, എനിക്ക് ആ സംഭവത്തിൽ എനിക്ക് അല്പം വിരോധമുള്ളത്, തൊട്ടടുത്ത് നിൽക്കുന്നവനെ എന്ത് ചെയ്യുക, ഒരു കമ്പാരിസൺ നടത്തുക. അതാണ് ആ നിൽക്കുന്നവനെ പോലെ അല്ല. ഞാൻ ചോദിക്കട്ടെ, അടുത്ത് നിൽക്കുന്നവനെ എന്നെ പോലെയല്ല എന്ന് പറയാനുള്ള ആർജവം എവിടുന്നാണ് ഉണ്ടായത്? അതാണ് എന്നെ നൊമ്പരപ്പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരേ ആലയത്തിന് മുമ്പിൽ, ഒരേ മെഴുകുതിരിയുടെ മുമ്പിൽ, ഒരേ വിളക്കിന്റെ മുമ്പിൽ, ഒരേ കുരിശിന്റെ മുമ്പിൽ, ഒരേ മണ്ഡപത്തിന് മുമ്പിൽ, ഒരേ ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്നവനെ അവൻ സ്വയം പറഞ്ഞോട്ടെ, കുഴപ്പമില്ല, അത് നമ്മളങ്ങ് വെച്ചു, നമ്മളങ്ങ് സ്വയം പറഞ്ഞു ചെയ്യാൻ. പക്ഷേ അടുത്ത് നിൽക്കുന്നവനെ പോലെ അല്ല എന്ന് പറയാനുള്ള ഒരു മനോഭാവം നമുക്ക് ഇവിടുന്ന് ഉണ്ടാകുന്നത്, ഈ പരീക്ഷന് ഇവിടുന്ന് ഉണ്ടായത്. അതാണ് ഗുരുതരമായ തെറ്റെന്ന് പറയുന്നത്. മനസ്സിലായോ? ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞതാണ് ഞാൻ അവനെ പോലെ അല്ല എന്ന് പറഞ്ഞാൽ ഞാനേറെ ശ്രേഷ്ഠമുള്ള വ്യക്തിയും. എന്തിനാ? ഞാൻ പരിഗണിക്കപ്പെടാൻ സാധ്യതയില്ലാത്തതിനെ പോലും ഞാൻ എന്ത് ചെയ്യുക, കൃത്യമായി പരിഗണിച്ച് അതിനൊക്കെ ടാക്സ് കൊടുത്ത്, പതാരം കൊടുത്ത്, അല്ലെങ്കിൽ ദശാംശം കൊടുത്ത് കൃത്യമായി ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവനെക്കാട്ടിലും ശ്രേഷ്ഠത ഏറിയ ഒരാളാണ് ഞാനെന്ന് ഈ പറഞ്ഞു ബോധ്യപ്പെടുത്തുക. പരീക്ഷ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വേർപെട്ടവൻ, സെറ്റ് എപ്പാർട്ട് എന്ന പാരസിഗോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വേർപെട്ടവൻ. ചുരുക്കം പറഞ്ഞാൽ അവന്റെ വേർപെട്ടവൻ എന്നല്ല പറയേണ്ടത്, വേരുപെട്ടവൻ എന്ന് പറഞ്ഞാൽ ഒരു അടിസ്ഥാനപരമായി ഒരു മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്ക് ജീവിതത്തിൽ പാലിക്കപ്പെടാത്തവനാണ് ഇത്തരം എന്ത് ചെയ്യുക, ഈ സ്വയം ഭംഗികളായിരിക്കുന്ന പരീശൻ എന്ന് പറയാം. അവൻ പറഞ്ഞത് അറിയാമോ? എന്തിനായി കമ്പാരിസൺ? അതാണ് എനിക്ക് വളരെയധികം ഈ വാക്യം വായിച്ചപ്പോൾ എന്നെ നൊമ്പരപ്പെടുത്തിയ കാര്യം. തൊട്ടടുത്ത് നിൽക്കുന്നവനെ ഞാൻ എന്നെ പോലെയല്ല എന്ന് പറയാൻ, മറ്റുള്ളവന്റെ സാധ്യതകളെ കണ്ടെത്താൻ കഴിയാതെ, അവന്റെ നന്മയെ കണ്ടെത്താൻ കഴിയാതെ, വളരെ ലളിതമായിട്ടും ഹ്രസ്വമായിട്ടും ബൃഹത്തായിട്ടൊന്നുമല്ല, വളരെ ലളിതമായിട്ട് മാത്രമുള്ള, വളരെ സൂക്ഷ്മദർശിനിയിൽ കൂടി മാത്രം നോക്കിയാൽ കണ്ടെത്താൻ കഴിയുന്ന വളരെ ലളിതമായിരിക്കുന്ന കുറവുകളെ ഉയർത്തി കാണിച്ചുകൊണ്ട് നമ്മളിൽ വളരെ ലളിതമായിട്ടുള്ളതിനെ നമ്മൾ ബൃഹത്തായിട്ട് കാണിച്ച് നമ്മളുടെ കമ്പാരിസൺ നടത്തുക. നമ്മൾ ഈ മത്തായിയുടെ സുവിശേഷം നിങ്ങളിത് വായിക്കണം കേട്ടോ, വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യണം. ഈ മത്തായിയുടെ സുവിശേഷം മരപ്രസംഗങ്ങളിൽ ബി ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ സദ്ഗുണങ്ങളുടെ ഒരു വിശദീകരണങ്ങളാണ് ഈ മലപ്രസംഗങ്ങൾ അല്ലെങ്കിൽ ഗിരിപ്രഭാഷണത്തിലൂടെ സർമൺ ഓഫ് മൗണ്ടൻ നമുക്ക് കാണാൻ കഴിയുക. ശ്രദ്ധിച്ചേ, ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മളിൽ ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് സ്വയം ആശ്വസിക്കുകയും
മറ്റുള്ളവരിൽ ഉണ്ടാകണമെന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്യുന്നതിന്റെ വിശദീകരണമായിട്ടാണ് പലപ്പോഴും ബീആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സദ്ഗുണങ്ങളെ നമ്മൾ പരിഗണിക്കുന്നത്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? നമ്മളിൽ ഇല്ലേലും കുഴപ്പമൊന്നുമില്ല, നമ്മളിലും. പക്ഷെ മറ്റുള്ളവർ എന്ത് ചെയ്യണം? ഉണ്ടാവണം. നമ്മളിലില്ല എന്ന് അത് വളരെ ഹ്രസ്വമായിട്ട് മതി, ലളിതമായിട്ട് മതി. നമ്മളിൽ ഇല്ലേലും കുഴപ്പമില്ല എന്ന് സ്വയം ആശ്വസിക്കുകയും മറ്റുള്ളവരിൽ ഉണ്ടാകണമെന്ന് ശാഠ്യം പിടിക്കുകയും നിർബന്ധം പിടിക്കുകയും ചെയ്യുന്നതിന്റെ പേരാണ് പലപ്പോഴും സദ്ഗുണങ്ങൾ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഈ കമ്പാരിസണിൽ നമ്മൾ കാണുന്നത് അതാ. ഞാൻ അത്ര നല്ല പുള്ളിയാ, ഞാൻ എത്ര അവനെക്കാട്ടിൽ എത്ര ശ്രേഷ്ഠനാണ് എന്ന് പറഞ്ഞാൽ എന്നിൽ ഞാൻ തന്നെ കണ്ടെത്തി എനിക്കുണ്ടാക്കി വെച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്, ചില സാധ്യതകളുണ്ട്. ദൈവത്തിന്റെ അടുക്കാൻ വേണ്ടി ഞാൻ തന്നെ ഉണ്ടാക്കിയ ചില കുറിമാനങ്ങളുണ്ട്, ചില കുറിപ്പുകളുണ്ട്, ചില കാഴ്ചകളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്, കാഴ്ചവട്ടങ്ങളുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി വെച്ച ചില നേർച്ചകളുണ്ട്, കാഴ്ചകളുണ്ട്. സദ്ഗുണങ്ങളെന്ന് ഞാൻ സ്വയം പ്രകീർത്തിക്കുന്ന, എന്നിൽ സജീവമാണെന്ന് മറ്റാരും കണ്ടെത്താതെ ഞാൻ തന്നെ കണ്ടെത്തിയ ഗുണങ്ങളുണ്ട്. ഒരു ചിന്തകൻ പറഞ്ഞു കേൾക്കണമോ? ഞാൻ ആരാണെന്ന് എന്നെപ്പോലെ നിങ്ങൾ എന്നെ അറിഞ്ഞാൽ, ഞാൻ എന്നെ അറിയുന്നത് പോലെ നിങ്ങൾ എന്നെ അറിഞ്ഞാൽ, ഞാൻ ആരാണെന്ന് ഞാൻ എന്നെ അറിയുന്ന പോലെ നിങ്ങൾ എന്നെ അറിഞ്ഞാൽ, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ അറിഞ്ഞാൽ നിങ്ങളുമായി ഞാൻ ചങ്ങാത്തം കൂടത്തില്ല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഞാൻ ആരാണെന്ന് ഞാൻ അറിയുന്ന പോലെ നിങ്ങൾ എന്നെ അറിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ എന്നെ കയറ്റി വരണം. ശരിയല്ലേ? നിങ്ങൾ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ അറിഞ്ഞാൽ നിങ്ങളുമായി ഞാൻ ചങ്ങാത്തം കൂടത്തില്ല. പക്ഷെ എന്നെ ഞാൻ അറിയുന്ന പോലെ എന്നെ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ എന്നെ കയറ്റി വരണം. ശരിയല്ലേ? അപ്പൊ നമ്മൾ സ്വയം പ്രഖ്യാപനത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില മാനിഫെസ്റ്റോസ് ഉണ്ട്, ചില പ്രകടന പത്രികയുണ്ട്, നമ്മുടെ ജീവിതക്രമങ്ങളുണ്ട്. നമ്മളെ പ്രാർത്ഥനകളിലും ഒക്കെ വടിവത്ത അക്ഷരം പോലെ തേച്ചു മിനുക്കിയ, മൂർച്ചയുള്ള, കാമ്പും കരുത്തുമുള്ള, പിന്നെ പശയിട്ട് മുക്കി വെച്ചിട്ടുള്ള ചില അക്ഷരക്കൂട്ടങ്ങളെ നമ്മൾ കൃത്യമായി വ്യക്തമായി പറഞ്ഞ് ജനത്തെ ബോധ്യപ്പെടുത്തുകയും ആ വാക്കുകളുടെ വിശദീകരണങ്ങൾ സ്വന്തം ജീവിതത്തിൽ പാലിക്കപ്പെടാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നതിന്റെ ദൗർബല്യമാണ് വാസ്തവത്തിൽ നമ്മളെന്ന് പറഞ്ഞു. ഒന്നുകൂടി ഞാൻ പറയാം, നമ്മൾ ഉച്ചൈശ്വരം വിളിച്ചു പറയുന്ന പലതും മൂല്യമുണ്ടെന്നും വളരെ അമൂല്യമാണെന്നും താത്വികപരമായി ഞാൻ ഉയർത്തിപ്പിടിക്കുന്നൊക്കെ ശരിയെന്നൊക്കെ പറയുന്നതിന്റെ ഈ വാക്കുകളുടെ എന്ന് പറഞ്ഞാൽ അലക്കി തേച്ച് മിനുക്കി വെച്ചിട്ടുള്ള ഈ വാക്കുകളുടെ വിശദീകരണങ്ങൾ ജീവിതത്തിൽ അപര്യാപ്തമായി തീരുമ്പോൾ അവയുടെ ആകത്തുക നമ്മൾ എന്ന് പറഞ്ഞാൽ പറയുന്നതിന്റെ ഒരു ഫലവും ജീവിതത്തിൽ ഇല്ല. അതാണ് വാസ്തവത്തിൽ നമ്മൾ ഈ പരിശുദ്ധ. പക്ഷെ മറ്റേ പുള്ളി പറഞ്ഞ കേട്ടോ, ഞാൻ പാപിയാണ്, ഞാൻ എന്ത് ചെയ്യാൻ, അവൻ സ്വയം നീതീകരിക്കാനൊന്നുമില്ല. അവൻ ആരാണെന്നുള്ള കൃത്യമായ അടയാളപ്പെടുത്തലുണ്ട്, അവനറിയാം, അവന് ബോധ്യമുണ്ട്. നമ്മൾ അറിയുന്ന പോലെ നമ്മളെ എല്ലാ ലോകത്തിന് ആരാ അറിയുന്നത്? നമ്മളെല്ലാം വഹിക്കുന്ന ഈ മാസ്കിനുള്ളിൽ അല്ലെങ്കിൽ ഈ ആവരണത്തിനുള്ളിൽ ഈ മാസ്ക് എന്ന വാക്ക് അല്ലെങ്കിൽ മുഖംമൂടി എന്ന വാക്ക്, പണ്ട് കാലങ്ങളിൽ ആഭരണങ്ങൾ ഈ ഗ്രീക്ക് നാടകങ്ങളിലൊക്കെ ഈ യഥാർത്ഥ കഥാപാത്രങ്ങൾക്ക് കൂടുതൽ വൈകാരികമായ ഭാവം ഉണ്ടാകാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ആ വാക്കിനാണ് പേർസോണ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പേർസോണ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് നാടകങ്ങളിൽ ഈ ഒരു കഥാപാത്രത്തെ കൂടുതൽ വൈകാരികത ഉണ്ടാകാൻ വേണ്ടി സ്വയം ആ വ്യക്തി ആരാണെന്ന് ജനങ്ങൾ തിരിച്ചറിയാതെ അവർ മുഖംമൂടികൾ ധരിക്കുകയും അത്തരം മുഖംമൂടി ധരിക്കുന്ന ആളുകളെ പേർസോണ എന്ന് പറയുന്നു. ആ പേർസോണയിൽ നിന്നാണ് പേഴ്സണാലിറ്റി, വ്യക്തിത്വം ഉണ്ടാകുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഞാൻ ആരാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ അവൻ മാറത്തലച്ച് കരയാനും നിലവിളിക്കാനും തുടങ്ങി. ശ്രദ്ധിച്ചേ, സ്വയം തിരിച്ചറിവാണ് ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത്. നമുക്ക് സ്വയം നമ്മളെ അറിയാൻ പറ്റുക എന്നുള്ളതാണ്. മറ്റൊരാരെയും അറിഞ്ഞില്ലെങ്കിലും നമ്മളെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ശ്രദ്ധിച്ചേ, ഇവിടെ പ്രശംസിക്കുന്ന ആളുകൾ, ഉച്ചൈശ്വരം വിളിച്ചു പറയുന്ന, ബഹളം ഉണ്ടാക്കുന്ന ആളുകൾ, സ്വയമേ ആൾബഹളം ഉണ്ടാക്കുന്ന ആളുകൾ, സ്വയം തോരണം ചാർത്തുന്ന ആളുകൾ,
വലിയ വലിയ കൊടിത്തോരണങ്ങൾ കെട്ടുന്ന ആളുകൾ. ഞാനെന്ന വ്യക്തിയിൽ തോരണം ചാർത്താൻ വേണ്ടി 1000 ഉപമകളും ഉപമാനങ്ങളും വാക്കുകളും വാചകങ്ങളും പിന്നെ എഴുത്തുകളും കുറിമാനങ്ങളും ഒക്കെ തൂക്കുന്ന ആളുകൾ. കൃത്യമായി അറിയണം, നമ്മൾ എന്ന വ്യക്തിവിശേഷം നമ്മുടെ വകയല്ല. നമ്മൾ വെറും മൂല്യമില്ലാത്തവരായിരുന്നു. പക്ഷേ നമ്മളെ പരിഗണിക്കാൻ ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു. ന്യായപ്രമാണത്തെ അഭിമാനം കൊള്ളുന്ന ആളുകളിൽ, കർമ്മങ്ങളിൽ അഭിമാനം കൊള്ളുന്ന ആളുകൾ, ഇവരെ സ്വയം പലതും പ്രശംസിക്കുന്ന ആളുകളെ നോക്കി പറയാണ്, അതൊക്കെ നിങ്ങൾ നേടിയത് എല്ലാം ക്രിസ്തു നിമിത്തം എന്ന് പറയാനുള്ള ആദ്യം നിങ്ങൾക്ക് ഉണ്ടാകണം എന്നാണ് പൗലോസ് പറയുക. ഇനി രണ്ടാമത്തെ കാര്യം, യഹൂദനെന്നും യഹൂദേതരൻ എന്ന വേർതിരിവ്. പൗലോസ് പറഞ്ഞ 27 മുതൽ 31 വരെയുള്ള വാക്യമാണ് ഞാൻ ഈ പറയുന്നത്. ശ്രദ്ധിച്ചേ, 3-ാം അധ്യായത്തിന്റെ വാക്യങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് യഹൂദൻ ആരാണ്, യഹൂദേതരൻ ആരാണ്, ആ വേർതിരിവ് ഉണ്ടാകാൻ പാടില്ല എന്ന് എന്ത് ചെയ്യുക? യഹൂദരുടെ ദൈവം, പിന്നെ ഞങ്ങളുടെ ദൈവം. ഈ നമുക്ക് നമ്മുടേതായ ദൈവം, നമ്മുടെ ദൈവം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ തന്നെ അവകാശം പറയുന്നതിനോട് നമുക്ക് അല്പം കൂടി ഒരു മമത ഉണ്ടാകുമ്പോൾ നമ്മുടെ അഭിസംബോധന പോലും മാറിപ്പോകും. നമുക്ക് കുറെ ഇന്റിമസി ഉള്ള ആളുകളോട് നമ്മൾ ഉപയോഗിക്കുന്ന ആ അഭിസംബോധന വാക്ക്, സല്യൂട്ടേഷൻ പോലും എന്ത് ചെയ്യുക, ഒരു ബഹുമാനം ഇല്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നും. അതുകൊണ്ടാണല്ലോ പണ്ടൊരാൾ പ്രാർത്ഥിച്ചപ്പം നമ്മൾ പറഞ്ഞു, നീ മോശമാണ്, നീ എന്റെ കയറി എടാ പോടാന്ന് വിളിക്കരുത്. ഞാൻ സമൂഹത്തെ അറിയപ്പെടുന്ന ഒരാളാണ്, നീ എടാ പോടാന്ന് എന്നെ വിളിക്കരുത്. അപ്പം പുള്ളി പറഞ്ഞു, എടാ ഞങ്ങളുടെ ദൈവത്തെ പോലും ഞാൻ എടാന്ന് വിളിക്കുന്നു, നീ എന്നാ വിളിക്കുന്നത്, പിന്നെയാ നീ, അല്ലെ? നമ്മളങ്ങനെയാണല്ലോ. നീ തന്നേ മതിയാകൂ, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം, നിന്റെ കുഞ്ഞുങ്ങളെ നീ കാണുന്നില്ല, കർത്താവേ ദൈവമേ നീ കാണുന്നില്ല. നമ്മൾ അങ്ങെന്ന് പറയുന്നൊരു ഒരു പ്രയോഗം നമ്മൾ ഉപയോഗിക്കാറുണ്ടോ? ദൈവമേ അങ്ങയുടെ നാമം മഹത്വപ്പെടണം, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇല്ല, നമ്മൾ മലയാളമാണെങ്കിൽ ദൈവം നമ്മളതിന് ചിന്തിക്കുന്നില്ല. ഞാൻ പറഞ്ഞ ഒരു ബഹുമാന പുരസ്സരമെങ്കിലും നമ്മൾ മറ്റുള്ളവർ മുമ്പിലെങ്കിലും ദൈവമേ അങ്ങെന്ന് പറയാൻ, ഒരു ബഹുമാന പുരസ്സരത്തോട് പറയാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മളെ കണ്ട് വലിയ ഏൽപ്പിച്ച പോലെ എന്ന് പറഞ്ഞാൽ ഡിപ്പോസിറ്റ് ചാക്ക് കണക്കിന് നമ്മൾ കൊണ്ട് ഏൽപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് ചോദിക്കുന്നത്. നീ തന്നേ മതിയാകും, മഴയേക്കാൻ അറിയാൻ മേല, തന്നേ മതിയാകും, കുഞ്ഞുങ്ങൾ പട്ടിണി അറിയാൻ മേല, നീ തന്നേ, നിനക്ക് ഈ അറിവില്ല, ബോധമില്ല, ഞങ്ങളുടെ അവസ്ഥ നീ അറിയുന്നില്ല, അല്ലേ? നമ്മൾ കുറച്ചങ്ങ് സങ്കടപ്പെടും, ദേഷ്യപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഈ വാക്കുകളൊക്കെ എന്ത് ചെയ്യുക, അങ്ങ് വല്ലാതെ അങ്ങ് വലിച്ചു കയറി ഉപയോഗിക്കും. ഞാൻ ഈ ഭാഷയ്ക്ക് ഇങ്ങനെ പറയുന്നത് ക്ഷമിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന അഭിസംബോധനയ്ക്ക് പോലും ഒരു ബഹുമാനമില്ല എന്ന് കൊണ്ടുവരുന്ന നിലയിൽ ഒരുപക്ഷെ നമ്മുടെ ഇന്റിമസി കൊണ്ടായിരിക്കാം, അല്ലെ? ഇന്റിമസി കൊണ്ട് നമ്മൾ അത്ര അടുപ്പമുള്ള ആളുകളെ എടാന്നും ഇടിയെന്നും ഒക്കെ നമ്മൾ വിളിക്കും, അല്ലെ? എന്ന് പറഞ്ഞ പോലെയാണോ? എനിക്ക് അറിയില്ല, നിങ്ങൾ എങ്ങനെയും വിളിച്ചു, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ ഇത്രയും ഉള്ളൂ. ഈ വേർതിരിവുകൾ, എന്റെ എന്ന് അവകാശം പറയുന്ന ദൈവം മറ്റുള്ളവന്റെ കൂടി ആണെന്ന് അറിയാനുള്ള ഒരു ആർജവും നമുക്കുണ്ടാകും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളവരെ, നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ദൂരത്തിന്റെ പേരാണ് അവൻ. കൂടി ഞാൻ പറയാം, ഒരാൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ദൂരത്തിന്റെ പേരാണ് അവരൻ. അവനും കൂടി അവകാശപ്പെട്ടതാണ് ഇതെന്ന് മനസ്സിലാകണം. മൂല്യങ്ങൾ, ഈ ആശയങ്ങൾ, ഈ ചിന്തകൾ വെച്ചുകൊണ്ട് അവനും കൂടി അവകാശപ്പെട്ടതായതുകൊണ്ട് അവനെന്ത്, ഞാൻ ചോദിക്കട്ടെ, ഈ ഭൂമിയിൽ ഞാൻ മാത്രം ശ്വസിച്ചാൽ മതി എന്നൊരു വെപ്പ് നിങ്ങൾ വെച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞങ്ങളുടെ വീട്ടിൽ ഞാൻ മാത്രം ശ്വസിച്ചാൽ മതി, എന്റെ ഭാര്യ എന്റെ കുഞ്ഞുങ്ങൾ ശ്വസിക്കണ്ട എന്ന് ഞാൻ അങ്ങ് തീരുമാനിക്കുകയാണെങ്കിൽ എന്നായിരിക്കും അവസ്ഥ? വീട്ടിൽ ഭാര്യ പിള്ളേരും പറയാ, ഞാൻ ഇനി ഞങ്ങൾ ശ്വസിച്ചോളാം, നിങ്ങൾക്ക് വയ്യാതൊക്കെ ഇരിക്കുമല്ലോ, നിങ്ങൾ ഇനി ശ്വാസം വലിക്കണ്ട എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം എന്ത് ചെയ്യുക? ഈ മലയത്ത് എന്ത് ചെയ്യും? വെറുതെ ടാർപ്പാലും വലിച്ചു കെട്ടി നമ്മൾ എന്ത് ചെയ്യും? സമാധിന്റെ അകത്ത് പാണ്ട വരും, അല്ലേ? ഈ ലോകത്തിൽ നമ്മൾ മാത്രം ശ്വസിച്ചാൽ മതിയെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ ഭൂമി എന്ന് പറയുന്നതും ദൈവം എന്ന് പറയുന്നത് സാർവത്രികമായതുകൊണ്ട് തന്നെ നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ഒരുപോലെ ആയതുകൊണ്ടും ദൈവം എന്ന് പറയുന്ന ദൈവത്തെ അറിയാനുള്ള മുഖാന്തരങ്ങൾ, ദൈവത്തോട് അടുക്കാനുള്ള മുഖാന്തരങ്ങൾ, ദൈവം വെച്ചിരിക്കുന്ന അരുളപ്പാടുകൾ, ദൈവത്തിന്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്,
ദൈവത്തിന്റെ കർമ്മ പദ്ധതികൾ എന്ന് പറയുന്നത്, ദൈവത്തിന്റെ കാര്യപരിപാടികൾ എന്ന് പറയുന്നത്, ദൈവത്തിന്റെ പ്രവർത്തനങ്ങളുടെ പ്രകടന പത്രിക എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ആത്യന്തികമായി സിദ്ധാന്തം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമാണെങ്കിൽ ഇത് ഒരുപോലെ സ്വീകരിക്കുന്നവരിൽ എങ്ങനെയാണ് ഈ വൈജാത്യം ഉണ്ടാകുക? നിങ്ങൾ വിളിക്കുന്ന ക്രിസ്തുവും അപ്പുറം നിൽക്കുന്നവൻ വിളിക്കുന്ന ക്രിസ്തുവും ഒരുപോലെയാണ് ക്രിസ്തുവിനെ വിളിക്കുന്നതെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ വേർതിരിവുണ്ടാകുന്നത് ഞാൻ ഈ ചോദിക്കുന്നത്. അത് തന്നെ അവിടെ പറഞ്ഞത്, പൗലോസ് പറഞ്ഞ കാര്യം എന്താ? എന്തിനാ ഈ വേർതിരിവ്? യഹൂദൻ നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ പ്രാണരാക്കളെന്ന്, അതിന് ചുമടുതാങ്ങികളെന്ന്, ന്യായപ്രമാണത്തിന്റെ ചുമടുതാങ്ങികളെന്ന് നിങ്ങൾ അഭിമാനത്തോടു കൂടി പറയുമ്പോൾ തന്നെ ആ പ്രമാണം ഇവിടെ നിങ്ങൾ രക്ഷിക്കുന്നില്ല. മറിച്ച് നിങ്ങൾക്ക് രക്ഷ എന്ന് പറയുന്ന നിങ്ങളുടെ ജീവന്റെ മൂലാധാരമായി നിങ്ങൾക്ക് സ്വീകരിക്കാനും കഴിയുന്നത് ക്രിസ്തു നിമിത്തമെങ്കിൽ ആ ക്രിസ്തു നിമിത്തം പിടിക്കപ്പെട്ട യഹൂദേതരിൽ നിന്ന് നിങ്ങൾ വിളിക്കുന്നവരും എന്തിനാണ് ഈ വൈജാത്യങ്ങൾ, ഈ വേർതിരിവുകൾ? ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളും അതൊക്കെ തന്നെയല്ലേ. ക്രിസ്തുവിന്റെ പണ്ടും ഉണ്ടായിരുന്നല്ലേ കുറെ പേര് അപ്പൊല്ലോസിന്റെ പക്ഷക്കാർ, കുറെ പേര് ക്രിസ്തുവിന്റെ പക്ഷം. എല്ലാ ആളുകളും കൂടി എന്ത് ചെയ്യുക? ക്രിസ്തുവിനെ അങ്ങ് വീതം വെച്ചെടുക്കുക. വീതം വെപ്പന്ന തുടങ്ങിയതല്ലേ. പോട്ടെ, ഞാൻ പറഞ്ഞ ഇത്രയും ഉള്ളൂ. അപ്പം നീതീകരണം എന്ന ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ യഹൂദൻ അവന്റെ ഏറ്റവും വലിയ പ്രശ്നം അറിയാമോ? ഈ യഹൂദരല്ലാത്ത ആളുകൾ സഭയിലെ അവർ രണ്ടാം കിട പൗരന്മാരായ, രണ്ടാം കിട ആൾക്കാരായിട്ട് കരുതി എന്നുള്ളതാണ് ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത്. സഹോദരനെ നിസാരമായെന്ന് വിളിച്ചാൽ നിങ്ങൾ ഇന്ന് ശ്രദ്ധിച്ചു. എനിക്ക് ഏറ്റവും വളരെ അരോചകമായിട്ടും എനിക്ക് പലപ്പോഴും എൻ്റെ രോമകൂപങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ സാധ്യതയുള്ളതുമായ ഒരു വിളിയാണ് പലപ്പോഴും കേൾക്കുന്നത്, ബ്രദർ എന്ന് വിളി. തെറ്റൊന്നുമില്ല കേട്ടോ, പ്രായമുള്ളവരൊക്കെ പകർന്നു വെച്ച് തെറ്റൊന്നുമില്ല. പക്ഷെ ആ വിളിക്കകത്ത് ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വൈജാത്യങ്ങളുടെ വേർതിരിവുകളുടെ വൈജാത്യങ്ങളുടെ വലിയ കൂമ്പാരമായി കുന്തമുനകളായി ആ വാക്കുകൾ ഉപയോഗിക്കുന്നതിന്റെ പ്രവർത്തിപദത്തിൽ ആ വാക്കിന് അത്തരത്തിലൊരു അർത്ഥം കൽപ്പിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ ബ്രദറെ എന്ന് വിളിക്കുന്നത് ഒരാളെ ശ്രദ്ധിച്ചോണം, അവൻ ഏതെങ്കിലുമൊക്കെ തരത്തിൽ എന്ത് ചെയ്യുക, വേർതിരിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു എന്ന് സ്വയം അവർ കരുതുന്ന ആളുകളാണ്. സഭയിൽ ഇതുണ്ടാകാൻ പാടില്ല എന്ന് കൃത്യമായി പറയുന്നു. മറിച്ച് മാത്രമല്ല, ഇത് മാരകമായ പാപം ആണെന്നും എന്ത് ചെയ്യുക, പൗലോസ് പഠിപ്പിക്കുക. മാരകമായ പാപം എന്ന്. നമ്മുടെ നാട്ടിൽ കർഷകൻ കൃഷി ചെയ്യുന്ന അരി ഏതെങ്കിലും തരത്തിൽ ചെറിയൊരു സ്റ്റോൺലെസ് റൈസ് വാങ്ങിച്ച് സ്ലീവ്ലെസ് ഷർട്ടും ഒക്കെ ധരിച്ച് ഹാർട്ട്ലെസ് ആയി ജീവിക്കുകയും ഒരു കൂട്ടം ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ സ്റ്റോൺലെസ് ഞങ്ങൾ കടിക്കും, അവർ ഹാർട്ട്ലെസ് ആയിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടമാണ്. ചില ആളുകൾ റേഷൻ കടയിൽ നിന്ന് എന്ത് ചെയ്യും, അരി വാങ്ങിച്ച് കഴിക്കും. ഇത് എന്നാണെങ്കിലും അരിയാണ്. അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആളുകളും നമ്മുടെ കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ ലോകത്തിലുണ്ട്. ശ്രദ്ധിച്ചേ, ഈ അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആളുകളും കഴിക്കുന്ന അരിയാഹാരമായതുകൊണ്ടും എല്ലാ ആഹാരം, കേരളത്തിലെ എല്ലാ ആഹാരങ്ങളും പൊതുവായിട്ട് ഉള്ള ആഹാരങ്ങൾ എല്ലാ ആളുകളും എല്ലാവരും കഴിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് എവിടെ വേർതിരിവുള്ളത്? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? ഇനി അതൊക്കെ നിങ്ങൾ മറന്നേക്ക്. എന്റെ മുമ്പിൽ നീട്ടുന്നായി അപ്പം ഞാൻ എടുക്കുന്നു, തൊട്ടടുത്തിരിക്കുന്ന ആൾ എന്ത് ചെയ്തു, അതെടുക്കുന്നു. വീഞ്ഞ് ഞാൻ എടുക്കുന്നു, തൊട്ടടുക്കുന്ന ആൾ എന്ത് ചെയ്യും, അതെടുക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഞങ്ങളുടെ സഭയിലൊക്കെ ഈ ചെറിയ പാത്രങ്ങൾ ഇപ്പൊ എല്ലായിടത്തും അതാണെന്ന് തോന്നുന്നു. പണ്ട് അങ്ങനെയല്ലായിരുന്നു അല്ലേ, ഇങ്ങനെ ഗ്ലാസ് ആയിരുന്നു. ഞങ്ങളുടെ സഭയില് പണ്ട് വച്ചാൽ ഈ ബണ്ണായിരുന്നു പണ്ടേ, ഇങ്ങനെ ബണ്ണ്. അപ്പം പുള്ളി ഇങ്ങനെ ആദ്യം കൈ ഇങ്ങനെ വെക്കും, ബണ്ണിനെ ഉണ്ടാക്കി വിട്ട് ഇത് രണ്ട് കൈയും കൂടെ ഇങ്ങോട്ടും അങ്ങോട്ട് കേട്ടിട്ട് ഇങ്ങനെ ഒറ്റ വലിയ. അപ്പം പാസ്റ്റർ നിർത്തി എല്ലാവർക്കും മുറിച്ചങ്ങ് കൊടുത്തു. ഇനി അങ്ങനെ അച്ഛനൊരു ഭാഗമായിട്ട് അച്ഛനങ്ങ് പോകും എന്ന് പറഞ്ഞാൽ പുള്ളി വിശ്വസിക്കുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് മാർഗം എന്നുള്ളതല്ലേ, ഭയങ്കര സൗഖ്യം ഉണ്ടാവും. അതുമായിട്ട് പുള്ളി എന്ത് ചെയ്യും, ഈ അപ്പം കിട്ടിക്കഴിഞ്ഞ് പുള്ളിയെ കൈവച്ചത് ഈ സാധനം കഴിക്കുക. അപ്പം പാസ്റ്റർ പറഞ്ഞ് നമുക്ക് മുറിച്ച് എന്ത് ചെയ്യാം, ചെറിയ സാധനം. ഞാൻ പറഞ്ഞു ഇതെല്ലാം കഴിക്കുന്ന ആളുകൾക്ക് പിന്നെ എങ്ങനെയാ ഈ രണ്ടാം കിട പൗരന്മാരെ ഒരാളെ കാണാൻ കഴിയുക എന്നുള്ളത് ചിന്തിച്ച് ലളിതമായിട്ട് ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ. യഹൂദരൻ യഹൂദേതരൻ ഇത് രണ്ടുപേരും ഒരുപോലെ സമന്മാരാണെന്ന് സ്ഥാപിക്കുന്നതാണ് 27 മുതൽ 31 വരെയുള്ള വാക്യം. അപ്പം അടുത്തത് 4-ാം അധ്യായം 1 മുതലുള്ള വാക്യമാണ്. അത് നമ്മൾ അടുത്ത ആഴ്ച പഠിക്കാം. അപ്പം ഈ അധ്യായം
ഏറ്റവും ബൃഹത്തായ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ അറിവ്. ഭാവം എന്ന് പറയുന്ന അതിന്റെ സാർവത്രികമായിരിക്കുന്ന ഭാവത്തെയും അവസ്ഥയും കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ രക്ഷ എന്ന് പറയുന്നതിന്റെ സർവലൗകികതയും പൗലോസ് പറഞ്ഞ് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി സഭ എന്ന് പറയുന്നത് ദൈവം എന്ന് പറയുന്ന ദൈവത്തിന്റെ തോട്ടമായതുകൊണ്ടും ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതുകൊണ്ടും സഭയുടെ അംഗങ്ങളായിരിക്കുന്നവർ ഒന്നാണെന്നുള്ള, രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ ഒന്നാണെന്നുള്ള ലളിതമായ സാമാന്യബോധം നമുക്കുണ്ടാവണം എന്നും പൗലോസ് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നമുക്ക് വലിയ ജ്ഞാനമൊന്നും ആവശ്യമില്ല. നമുക്ക് നമ്മെ അറിയാനുള്ള ഒരു അറിവ് നമുക്കുണ്ടായാൽ മതി. നമ്മെ നാം അറിയുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന ഒരു പ്രായോഗിക പരിജ്ഞാനമാണ് മറ്റുള്ളവരെ നമ്മൾ നന്നായി അറിയുക എന്നുള്ളത്. ഒന്നുകൂടി ഞാൻ പറയുന്നു, നമുക്ക് ഒരുപാട് അറിവൊന്നും ഒരുപാട് വേണ്ട. നമ്മൾ അറിഞ്ഞത്, ആ അറിവ് തിരിച്ചറിവായി മാറിയാൽ മാത്രം മതി. ഒന്നുകൂടി ഞാൻ പറയാം, തിരിച്ചറിവായി മാറുക. എങ്ങനെ? അടുത്തിരിക്കുന്നവനെ അറിയാനുള്ള ആർജവം. ഇന്നത്തെ ഈ കാലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? എല്ലാവരും മിണ്ടുന്നുണ്ട്, ആരും സംസാരിക്കുന്നില്ലെന്നുള്ള. എല്ലാവരും മിണ്ടുന്നു, ആരും സംസാരിക്കുന്നില്ല, അല്ലേ? ഈ ക്ലാസ് കൊണ്ട് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യും? നമ്മള് ഉടൻ തന്നെ നമ്മൾ ആദ്യം തപ്പുന്നത് അറിയാമോ? FB അല്ലെങ്കിൽ ഇൻസ്റ്റ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മീഡിയ, സോഷ്യൽ മീഡിയ നമ്മൾ തപ്പി എന്ത് ചെയ്യും? നമ്മള് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ത് ചെയ്യും? ഈ സാധനത്തിന് ഒരു പരിചയമില്ലാത്ത പുള്ളിക്കും നമ്മൾ എന്ത് ചെയ്യും? ലൈക്ക് അടിക്കും, അല്ലേ? ഇതൊക്കെ ചെയ്യുന്ന കാര്യം. ഇപ്പൊ ഞാനും ഒക്കെ നമ്മളെല്ലാം ചെയ്യുന്ന കാര്യം. ഞാനിപ്പം എന്നെ ഒഴിവാക്കിക്കൊണ്ടല്ല പറയുന്നത്, ഞാൻ നന്നായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ലോകത്തിന്റെ അങ്ങേയറ്റത്തുള്ള ആളോട് നമ്മൾ വർത്തമാനം പറയാനുള്ള വ്യഗ്രത നമുക്കുണ്ട്. പക്ഷേ തൊട്ടടുത്തിരിക്കുന്ന ആളെ നമുക്ക് എന്ത് ചെയ്യാൻ അറിയില്ല. നമ്മുടെ സഭയാണെങ്കിലും നമ്മുടെ കുടുംബമാണെങ്കിലും ഇപ്പോൾ ചുരുങ്ങി നാം നമ്മളിലേക്ക് തന്നെ മാറുകയും നമ്മൾ ഏതെങ്കിലും ഇരുണ്ട ലോകത്തിരുന്ന് എന്തും വിളിച്ചു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്ന് സ്വയം വിശ്വസിച്ചുകൊണ്ട് നമ്മൾ എന്തിനേയും പ്രതികരിക്കുന്ന ഒരാളായി മാറുകയും ചെയ്യും. മുഖമില്ലാത്തവരുടെ ഒരു പ്രതികരണത്തിന്റെ ഒരു വേദിയായിട്ട് മുഖപുസ്തകങ്ങൾ മാറിയ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് സംസാരിക്കാൻ നമുക്ക് കഴിയും. പക്ഷെ നമ്മളെല്ലാവരും മിണ്ടുന്നുണ്ട്. പക്ഷെ നമ്മളാരും എന്ത് ചെയ്യുക? അടുത്തിരിക്കുന്നവനെ അറിയാനും അവനോട് സംസാരിക്കാനും പറ്റുന്നില്ല എന്ന ഗതികേടാണ് നമ്മുടെ പൊതുവിലുണ്ടായിരിക്കുന്നത്. നമ്മുടെ സഭയിലാണെങ്കിൽ പോലും തൊട്ടടുത്തിരിക്കുന്ന ഒരാളെ നമുക്ക് എന്ത് ചെയ്യാൻ അറിയില്ല. നമ്മൾ എവിടെയെങ്കിലും, നിങ്ങൾ ഒരു ട്രെയിനെ കയറിക്കേ, ഈ ട്രെയിനിലോട്ട് കയറി എന്നാലേ എല്ലാവരും ഈ ഹെഡ്ഫോൺ വെച്ച് വെച്ചിട്ട് പാട്ട് കേൾക്കും. അവരെല്ലാവരും ഒരേ ലോകത്താണ്. ഞാൻ ഈ ട്രെയിനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ കാര്യം ഒന്ന് പറഞ്ഞു നിർത്താം. കണ്ടിന്യൂസ് ആയിട്ട് 10-14 വർഷം ഡെയിലി യാത്ര ചെയ്തതാണ്. ഡെയിലി ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര വലിയ സജീവമാകുന്നതിന് മുമ്പ് ഞങ്ങൾ കോട്ടയത്തും തിരുവല്ലയിൽ ഞാൻ ആത്മീയാത്ര തിരുവല്ല ജോലിക്ക് പോകുന്ന സമയത്ത്, ആത്മീയത്ര ടെലിവിഷനിൽ ജോലിക്ക് പോകുന്ന സമയത്ത് കുറെ ആള് എറണാകുളത്ത് നിന്ന് കുറെ പേരുണ്ട് കോട്ടയത്ത് നിന്ന് കയറി. ഞങ്ങളെല്ലാം കൂടി കമ്പാർട്ട്മെന്റിനകത്ത് കയറി. അവിടെ സംസാരമായി, ചർച്ചയായി, പാട്ടായി. കുറെ പേര് പാട്ട് പാടും, എല്ലാവരും ഏറ്റുപാടും. ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും വിശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അവരെ ബർത്ത്ഡേ കൊണ്ട് ആഘോഷിക്കും. പിന്നെ ഓണത്തിന് പിന്നെ ഉപ്പേരി കൊടുക്കും. ഏതെങ്കിലും ആർക്കെങ്കിലും പ്രൊമോഷൻ കിട്ടിയ അന്നേരം ചെലവ്. ചുരുക്കം പറഞ്ഞാൽ ഒരു ഫാമിലി പോലെ എന്ത് ചെയ്യാം. ഇപ്പൊ നമ്മൾ ട്രെയിനോട്ട് കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? 10 പേരുണ്ടെങ്കിൽ 10 പേര് എന്ത് ചെയ്യാം? എല്ലാവരും. ഇപ്പോൾ ഏറ്റവും വലിയ അസുഖമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയും. കാർപ്പൽ ടണൽ സിൻഡ്രോം. ഇവിടെ ഈ കൈക്ക് രണ്ടും വേദന എന്ന് പറഞ്ഞാൽ മെസ്സേജും പറയണ്ടല്ലോ. ഞാനൊക്കെ ഒരു പുസ്തകം എഴുതി ചുമ്മാ പറഞ്ഞ 2-3 പുസ്തകം എഴുതി ചുമ്മാ ഇപ്പം പറയത്തുള്ളൂ. പറഞ്ഞ അന്നേരം എന്ത് ചെയ്യും? ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. നമ്മളെല്ലാവരും സംസാരിക്കുന്നുണ്ട്, പക്ഷെ ആരും മിണ്ടുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ എല്ലാവരും മിണ്ടുന്നുണ്ട്, ആരും സംസാരിക്കുന്നില്ല. അങ്ങനത്തെ ഒരു ദുരാവസ്ഥയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളിതെല്ലാം മറന്നു വെക്കൂ. ഒറ്റ കാര്യം മാത്രം മതി. നമ്മൾ സ്വയം അറിയുക. സ്വയം അറിയുമ്പോൾ തന്നെ ആ അറിവ് തിരിച്ചറിവായി മാറുന്നതെന്നറിയുമ്പോൾ അടുത്തിരിക്കുന്ന അവരെന്നെ അറിയാനുള്ള ഒരു ആർജവം നമുക്കുണ്ടാവണം. അതെങ്ങനെ? ഏറ്റവും ലളിതമായിട്ട് ഏറ്റവും വേഗത്തിൽ അടുത്ത് ചെന്ന് സന്ധിക്കാൻ കഴിയുന്ന ഒരാളുടെ പേരാണ് അവരൻ എന്ന് കൂടി തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ മൂല്യങ്ങൾക്ക് മറ്റുള്ളവരുമായി പങ്കുവെക്കാനുള്ള ഒരു ത്വര നമുക്കുണ്ടാകുന്നത്. മറ്റുള്ളവരെ നമ്മൾ നേടണമെന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ സഞ്ചരിക്കുന്ന ഒത്തിരി ദൂരമല്ല, തൊട്ടടുത്തിരിക്കുന്ന ഏറ്റവും ചെറിയ ദൂരത്തിൽ ചെന്ന് സന്ധിക്കാവുന്ന ഒരുവനെ എനിക്ക് കണ്ടെത്താൻ കഴിയും എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ എന്നിലുള്ള സത്യം, സന്തോഷം മറ്റുള്ളവരായി പങ്കുവെക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം നമുക്കുണ്ടാവും. അവിടെയാണ് നമ്മൾ എന്ന സുവിശേഷകൻ വിജയിക്കുന്നത്. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓവർ ടു നാരിച്ചൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം സഹായിക്കട്ടെ. ഇത്രത്തോളം അനുഗ്രഹമായി ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്നും ദൈവം സഹായിച്ചുവല്ലോ.
നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. മഹത്വത്തിന്റെ പ്രത്യാശയായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയുടെ സമയത്തിനായും കർത്താവിൽ നന്ദിയോടെ സ്തുതിക്കാൻ സ്തോത്രം ചെയ്യാൻ പരിശുദ്ധനെ. ഹല്ലേലൂയ. രാത്രി കാലം കർത്താവേ, ഹല്ലേലൂയ, റോമാലേഖനത്തിൽ നിന്ന് കർത്താവേ ഷൈൻ സാറ് വളരെ അധികാരിതയോടും ബഹുനിശ്ചയത്തോടു കൂടെ തന്നെ പരിശുദ്ധാത്മാവിന്റെ നിറവില് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു തരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിച്ചല്ലോ. ദാസിനെ പിന്നെയും കർത്താവോടും ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. തന്റെ ശുശ്രൂഷകളോടുകൂടി ദൈവത്തിന്റെ കരം കർത്താവെ കൂടിയിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഷായി സാറിനായി സ്തോത്രം, ലാലു സാറിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദാസൻ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളോടുകൂടി കർത്താവിന്റെ കരം കൂടിയിരിക്കണമേ. അതുപോലെ തന്നെ കർത്താവ്, ഞങ്ങളുടെ സൂം പ്ലാറ്റ്ഫോമിൽ വിവിധ ടൈം സോണുകളിലൂടെ കർത്താവെ വിവിധ ഡിവൈസിലായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ ദൈവദാസന്മാർക്കായി, സഹോദരന്മാർക്കായി, സഹോദരിമാർക്കായി എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രി കാലം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം പഠിച്ച് കർത്താവിന്റെ നാമമഹത്വത്തിനായി ഞങ്ങൾ പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം കർത്താവിന്റെ വയൽ പ്രദേശത്തിന് ഏറെ പ്രയോജനപ്പെടുന്നവരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾ ഓരോരുത്തരും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനെ, ഇന്ന് രാത്രി കാലം പുത്രന്റെ നാമത്തിന്റെ മധ്യമഹത്വം എടുത്തിരിക്കായി സ്തോത്രം. കർത്താവ് പ്രാർത്ഥന യാചന കേട്ടിരിക്കായി സ്തോത്രം. അടിയങ്ങൾക്കായി ജീവൻ തന്ന ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി ഉത്തരമരുളുമാറാകണമേ. ആമേൻ, 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 ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനോടും ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും ജയം തന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.